വാക്യം നമുക്ക് വായിക്കാം. 114 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം. 114:5. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നത് എന്ത്? ഇവിടെ What I like thee, O thou sea, that thou feddest, thou Jordan, that thou wast driven back. ഇവിടെ നമ്മൾ കാണുമ്പോൾ സമുദ്രം ഓടുന്നു, യോർദാൻ പിൻവാങ്ങുന്നു. ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കടല് ഉൾവലിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കടൽ പലപ്പോഴും അകത്തോട്ട് വലിയും. സുനാമിക്ക് മുൻപ് ആന പതുങ്ങുന്ന പോലെ നമുക്ക് കണ്ടു. ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ലോകം മുഴുവൻ നാശമാക്കിയതായ സുനാമി മുന്നോട്ട് കുതിച്ച് പതിനായിരങ്ങൾ നഷ്ടപ്പെട്ട സുനാമിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, സമുദ്രം ഓടുന്നു, യോർദാൻ പിൻവാങ്ങുന്നു. അപ്പോൾ സമുദ്രവും യോർദാനും ഒരു കാര്യം ഓർത്തോണം, നിത്യതയിൽ സമുദ്രമില്ല കേട്ടോ. വെളിപ്പാട് 23 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൻ്റെ അവസാനത്തിൽ അവിടെ പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം പറയുന്നെങ്കിലും സമുദ്രം ഇനിയില്ല. ഒന്ന് വായിച്ച്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. അപ്പൊ സമുദ്രം എന്ന് പറയുന്നത് 2 കാഴ്ചപ്പാട്. ആക്ഷികമായ സമുദ്രമുണ്ട്. എന്നാൽ ബൈബിൾ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്ന സമുദ്രം ഈ ലോകത്തിലെ വംശങ്ങളും പുരുഷാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 7 അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 4 മഹാമൃഗങ്ങൾ പിൽക്കാലത്ത് 4 സാമ്രാജ്യങ്ങളെ ഉണ്ടാക്കുന്നതായിട്ട് 7:2-17 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സമുദ്രം അല്ലെങ്കിൽ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, ഇനി വരാൻ പോകുന്ന ഏകലോക ഗവൺമെൻറ്റും എതിർ ക്രിസ്തു എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ലീഡർ സാത്താൻ തൻ്റെ അഭിഷേകവും ശക്തിയും കൊടുത്ത് ഓൾ വേൾഡ് ലീഡറായിട്ട് മാറ്റുന്ന അവനും കടലിൽ നിന്ന് കയറി വരുന്നതാണ്. അപ്പോൾ ഈ കടൽ എന്ന് പറയുന്നത് വെളിപ്പാട് 17 അധ്യായത്തിൻ്റെ 5-ലും 17-ലും വായിക്കുമ്പോൾ 15-ലും വായിക്കുമ്പോൾ അവിടെ വംശങ്ങൾ, പുരുഷാരം, ഇതാണ് വെള്ളത്തിൻ്റെ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമുദ്രത്തിൻ്റെ ഒരു ആത്മീയ വ്യാഖ്യാനമുണ്ട്, ആക്ഷേപം. പക്ഷെ ഇവിടെ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശ നബിയിൽ കൂടെ അല്ലെ മോശ പ്രവാചകനിൽ കൂടെ ഇസ്രായേലിനെ ജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയത്തിൽ ആദ്യമായിട്ട് അഭിമുഖീകരിച്ച കടലിനെയാണ്. ചെങ്കടലിൽ നിന്ന് ഒരു സത്യമായിട്ട് നിൽക്കുകയല്ലേ. അതാണ് ബൈബിളിലുള്ള സത്യത്തിൻ്റെ പ്രാധാന്യം. കാരണം ബൈബിൾ പറയുന്ന എല്ലാ രാജ്യങ്ങളും, ചെങ്കടലും മെഡിറ്ററേനിയൻ സീയും മറ്റ് രാജ്യങ്ങളും എല്ലാം ഇന്നും അതുപോലെ നിൽക്കുകയാണ്. ഒരു പോയിന്റ് പോലും മാറ്റമില്ലാത്ത സത്യം ഭൂമിയിൽ നിലനിൽക്കുകയാണ് ഈ ബൈബിൾ ചരിത്രം തുറന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ എല്ലാ കാലത്തും സത്യവേദവസ്തുവായിട്ട് മാറുന്നത്. പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെയും അതിശയോക്തിയും പല നാമവിശേഷങ്ങളൊക്കെ ചേർത്ത് എഴുതിയിരിക്കുന്നതുകൊണ്ട് അത് ഉൾക്കൊള്ളുവാൻ പലർക്കും ഇന്ന് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. പക്ഷേ ബൈബിൾ ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ പ്രാധാന്യവും വാഗ്ദത്ത വചനങ്ങളും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇവിടെ ഈ സമുദ്രം ചെങ്കടലിനെ കാണിക്കുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ മോശ എന്ന് പറയുന്ന ഒരു വേൾഡ് ലീഡർ എന്ന് വേണം പറയാം. ലോകം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ലീഡർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏകദേശം 20 ലക്ഷം പേരെ, അന്നത്തെ കാലമാണെന്ന് ഓർത്തോളൂ, അന്ന് കേരളത്തിലെ 10 ലക്ഷം പേര് പോലും ഇല്ല, വല്ലോ 2-3 ലക്ഷം കാണുമായിരിക്കും. അപ്പോൾ അത്രയും 20 ലക്ഷം ജനങ്ങളെ മോശ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, ഒരു ആള് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി മരുഭൂമിയിൽ കൂടി 40 വർഷം പോഷിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വന്ന് 5 വർഷം കഴിയുമ്പോൾ ലക്ഷങ്ങൾ കോടിയാണെന്ന് പറഞ്ഞ് പോകും. അടുത്തവർ ആ കടത്തിൻ്റെ ബാധ്യതകളെല്ലാം വെള്ളപ്പേപ്പറിലെ ധവളപത്രം ഇറക്കി മനുഷ്യനെ ബോധ്യപ്പെടുത്തി പോകുന്നൊരു കാലമാണ് ഇന്നത്തെ ഈ ആധുനിക കാലത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 20 ലക്ഷം പേരെ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ട് വരുന്ന ആ ഒരു അത്ഭുത പ്രതിഭാസത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ വരുന്ന സമയത്താണ് വളരെ സന്തോഷമായിട്ട് മുൻപോട്ട് വരുമ്പോഴാണ് ആദ്യമായിട്ട് അപ്രതീക്ഷിതമായ ചെങ്കടൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു
ഇംഗ്ലീഷ് കമൻട്രിയിൽ പണ്ടത്തെ 10 കമാൻഡ്സ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററിൽ, ഒരു ഫിലിം ഡോക്യുമെൻ്ററി ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. അതിൽ ഫറവോൻ നിന്ന് അട്ടഹസിക്കുകയാണ്. ഈ പൊട്ടൻ, അതായത് വിവരമില്ലാത്ത മോശ ഇപ്പുറത്തൂടെ വഴിയുള്ളപ്പോൾ അതുവഴി കൊണ്ടാതെ ഈ ചെങ്കടൽ വഴിയായിട്ട് വന്നതിൻ്റെ കാരണം ഇവരാരും രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ ഫറവോൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള താല്പര്യത്തോടെ ചെല്ലുന്ന സമയത്തിലാണ് മോശയോട് ദൈവം പറയുന്നത് വടി നീട്ടുക. അങ്ങനെ ചെങ്കടൽ രണ്ടായി പിരിച്ച്, ആ കമൻട്രിയിൽ തന്നെ പറയുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ചെറുപോലെ നിന്നാണ് ബൈബിൾ പറയുന്ന പോലെ. നമുക്കൊരു ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരും അവർ ഫിലിം എടുത്താൽ പോലും അതിൻ്റെ റിയാലിറ്റി കാണിക്കാൻ അവർ എത്ര ലക്ഷം ചിലവാക്കിയാലും, ഒരു ചെറിയ പോയിന്റിന് പോലും ലക്ഷങ്ങൾ ചിലവാക്കിയാൽ അതിൻ്റെ റിയാലിറ്റി കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കും. നമ്മൾ ഇവിടുത്തുകാരെ പോലല്ല. അപ്പം 2 ഭാഗവും ചെറിയായി നിന്നെന്ന് ബൈബിൾ പറഞ്ഞ പോലെ തന്നെ അതവർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇതുപോലെ വെള്ളം സമുദ്രം ഓടുന്നത് കാണാം. 2 ഭാഗത്തേക്കും തിരമാലകൾ ഓടി അകന്ന ഒരു ചെറു പോലെ സെറ്റ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ അത് സങ്കീർത്തനക്കാരൻ പറയുന്നു, സമുദ്രം ഓടുന്നത് എന്ത്? ഇതിനു വേണ്ടി വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ജനം കടന്നു പോകുന്നതിന് വേണ്ടി കിഴക്കൻ കാറ്റടിപ്പിച്ച് അതിനെ നല്ല ട്രൈ ലാൻഡാക്കി മാറ്റി. ചെളിയും വെള്ളവും ഉണ്ടായിരുന്ന അതിനെ ട്രൈ ലാൻഡ്, അല്ലെങ്കിൽ ഉണങ്ങിയ സ്ഥലമാക്കി മാറ്റി അതുവഴി കൊണ്ടുപോയി. പക്ഷേ ഫറവോനും സൈന്യവും വരുമ്പോൾ വെള്ളം മൂടി ഇന്നും അതിൻ്റെ കുതിരകളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ രഥങ്ങളുടെ ഇരുമ്പ് വീലുകളൊക്കെ അവിടെ കിടപ്പുണ്ടെന്ന് നമുക്ക് നെറ്റിൽ കൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. അപ്പോൾ സമുദ്രം ഓടി, അതിന് മുമ്പേ വീണ്ടെടുക്കപ്പെട്ട ജനങ്ങൾ കടന്നു പോകാൻ വേണ്ടി ഒന്നാമതായി സമുദ്രം ഓടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം യോർദാനാണ്. പുറപ്പാട് പുസ്തകം 15-ാമല്ലേ 15-ാം വാക്യം വായിച്ച്, അവിടെ മോശ വടി നീട്ടിയപ്പോൾ സമുദ്രം 2ആയി പിളർന്നു. ആ വാക്യം ഒന്ന് വായിച്ച്. പുറപ്പാട് പുസ്തകം 14-15 14-ാം അധ്യായം 15-ാം വായിക്കാം. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിൽ അങ്ങനെ കടലെ പിരിച്ച് കടലോടി അവർ അക്കരയ്ക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇതവരുടെ ഒന്നാമത്തെ ഘട്ടമാണ്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ യോർദാനാണ്. യോർദാൻ ഇങ്ങനെ വലിയ മലയിൽ നിന്ന് കുത്തൊഴുകി വീഴുന്ന ഒരനുഭവമാണ്. നമ്മളിവിടെ കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. പേരനായിട്ട് മുറിഞ്ഞപുഴ. ആ മുറിഞ്ഞപുഴ പോയി നിന്നാൽ കാണാൻ കഴിയും ഈ വെള്ളം ഇങ്ങനെ കുത്തനെ ഒഴുകുന്ന പോലെ. യോർദാനിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വീണ്ടെടുക്കപ്പെട്ടതായ ജനം യോർദാനിൽ വന്നപ്പോഴും അതേ പരീക്ഷയാണ്. വലിയ വെള്ളം, ഇത് അക്കരയ്ക്ക് കിടക്കണം. അതിന് ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഒരുപക്ഷെ പരിചയസമ്പന്നരായ പഴയ ആളുകൾ അവിടെ കാണും. അവർ വേണേൽ യോശുവയോട് പറയും, നീ മോശ ഇങ്ങനെ ആയിരുന്നു ചെയ്ത്, മോശ വടി നീട്ടി, അതുപോലെ വടി നീട്ടാൻ പറഞ്ഞിരുന്നെങ്കിൽ വടി നീട്ടിയിരിക്കും, പക്ഷേ യോർദാൻ മാറത്തില്ല. കാരണം അത് 2 ഉപദേശങ്ങളാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിൻ്റെ ദൃഷ്ടാന്തവും നിഴലുമാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പുതിയ നിയമസഭയോട് ചേർന്നതിന് നിഴലും ദൃഷ്ടാന്തമാക്കി വെച്ചിരിക്കുകയാണ്. വായിച്ചേ, എബ്രായർ 8:5. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക. അത് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയ നിയമത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ യോർദാൻ എന്ന് പറയുന്നത് മറ്റൊരു അനുഭവമാണ്. അവിടെ യോശുവയോട് പറയുന്നത്, നീ വടി നീട്ടാനല്ല. മോശയുടെ വടി യോശുവയുടെയിലുണ്ട്, പക്ഷേ വടി നീട്ടിയാൽ യോർദാൻ മാറത്തില്ല, അത് ദൈവേഷ്ടമല്ല. അവിടെ ദൈവം പറയുന്നത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാല് യോർദാനിൽ പെടുമ്പോൾ യോർദാൻ 2ആയി പിരിയും. വായിച്ച്,
3:13. യോശുവ 3:11. സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. മേളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ ഇവിടെ നിന്നു. അങ്ങനെ നിന്നു. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തെ പിരിക്കാൻ തക്കമുള്ള ശക്തി ഈ ജയം പ്രാപിച്ചതായ വിശുദ്ധന്മാർ അല്ലെങ്കിൽ ദൈവജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജയിക്കുന്നവൻ എന്നോടുകൂടെ. ഇപ്പോൾ ജയാളികൾക്കാണല്ലോ എവിടെയും. ഇപ്പോൾ പിള്ളേരുടെയൊക്കെ ഹരമായ ലോകകപ്പ് ഫിനിഷ് ചെയ്ത സമയമാണ്. അവിടെ എത്ര ആരാധനമൂർത്തികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജയിച്ചവനാണ് പ്രാധാന്യം, ബാക്കി തോറ്റവരാണ്. അനേകരുടെ ആധാരമൂർത്തി നമ്മുടെ പിള്ളേരുമൊക്കെ മെസ്സിയുടെ 10ാം നമ്പർ ഇത് കിട്ടുകൊണ്ടാണ് കളി കണ്ടത്. പക്ഷേ കളി കഴിച്ചപ്പോൾ എല്ലാവരും ഊരി മാറ്റേണ്ടി വന്നു. എന്താ കാരണം? അപ്പോൾ അവിടെ ജയിക്കുന്നവനാണ് പ്രാധാന്യം. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനം. അപ്പോൾ ഈ ജയത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് യോർദാനെ കാണിക്കുന്നത്. 2 കാര്യങ്ങളാണ് സുവിശേഷത്തിന്. 2 ഭാഗമുണ്ട്. വിടുതലിൻ്റെ സുവിശേഷവും ഒന്ന് പൂർണ്ണതയുടെ സുവിശേഷവും. പെർഫെക്ഷൻ, ഡെലിവറൻസ് ആൻഡ് പെർഫെക്ഷൻ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് 2 അനുഭവമുണ്ട്. ഒന്ന് വിടുവിക്കപ്പെടുക, രക്ഷിക്കപ്പെടുക. മറ്റൊന്ന് പൂർണ്ണതയിലെത്തുക. സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുക എന്നുള്ളത് 2 അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെടുന്ന ഘട്ടമാണ് മിസ്രയീമിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുവിച്ച് ചെങ്കടൽ. ഇത് സ്നാനത്തിന് മുൻകുറിയാണ്, സ്നാനത്തെ കാണിക്കുകയാണ്. അങ്ങനെ സ്നാനമേറ്റ് എല്ലാവരും മോശയോട് ചേർന്നു എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നാനം എന്ന് പറയുന്നത് രക്ഷയുടെ ആദ്യ പടിയാണ്. അതെന്താ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. പക്ഷെ പിന്നീടാണ് മരുഭൂമി യാത്ര. ഈ മരുഭൂമി നമുക്കറിയാം, അനേക മനുഷ്യർ 20 ലക്ഷത്തിൽ നല്ല ലക്ഷങ്ങൾ ചത്തുപോയി. എന്താ കാരണം? എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവരുടെ അവിശ്വാസ നിമിത്തം പരീക്ഷകളും കഷ്ടങ്ങളും വരുമ്പോൾ അവർ ദൈവത്തെ അവിശ്വസിച്ചു. ഈ ദൈവം സർവശക്തനാണ്, ഞങ്ങളെ വിളിച്ചൊരു ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയാതെ പോയ മനുഷ്യർ മരുഭൂമിയിൽ പെട്ടുപോയി. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് ബൈബിൾ വായിക്കുന്നല്ലോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നൊരു കൂട്ടത്തിലല്ല. ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കും, നാശത്തിലേക്ക് പിന്മാറുന്നൊരു കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടമാണ്. 10:39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ക്രിസ്തീയ ഗോളത്തിൽ, പെന്തിക്കോസ്ത് ഗോളത്തിൽ അനേകര് നാശത്തിലേക്ക് പിന്മാറിപ്പോകുമ്പോൾ ആ പിന്മാറുന്നവരെ നോക്കിയല്ല. യുദ്ധകളത്തിൽ പോകുന്ന സമയത്ത് പല പട്ടാളക്കാരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ശവത്തെ ചവിട്ടി വേണം പോകാൻ. തങ്ങളുടെ ഉറ്റ സഹിതരായ മിലിറ്ററി ഓഫീസർമാരുടെ ശവത്തെ പോലും ചവിട്ടി മുന്നോട്ട് പോയി ശത്രുക്കളെ വെടിവെച്ച് അല്ലെങ്കിൽ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയ സംഭവമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കും. അപ്പോൾ ഇവിടെ നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു വിഷയമേ അല്ല. കർത്താവ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, ജയിക്കുന്നവന്. അപ്പോൾ ഈ മാർഗത്തിൽ ജയിച്ചു പോകാനുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ നമുക്ക്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചു. ആ വിശ്വാസത്തിന് നായകനും പൂർത്തിവെച്ചതുമായ യേശുവിനെ നോക്കിക്കൊണ്ട് പോകുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല, അവരുടെ മുഖം പ്രകാശിതരായി. അപ്പം അങ്ങനെ ഈ ജനം മരുഭൂമിയിൽ കൂടി അനേക പരീക്ഷ. അതാണ് പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ പുറപ്പാട് അവസാനം 20 വായിക്കുമ്പോഴും അവസാന ഭാഗങ്ങളും സംഖ്യാപുസ്തകത്തിലൊക്കെ ഇവരുടെ യാത്രയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമുക്ക് നിഴലാണ്. ഓരോ സ്റ്റേജും പുതിയ നിയമസഭയ്ക്ക് നിഴലായുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവർ യോർദാനിൽ വന്നു. യോർദാനിൽ വരുമ്പോൾ ഒരു എലക്റ്റഡ് ഗ്രൂപ്പ്സാണ്, ബാക്കിയെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി. ഇന്ന് ക്രിസ്തീയ ആത്മീയ അല്ലെങ്കിൽ പെന്തിക്കോസ്ത് ഗോളത്തിൽ അനേകർ ഇറങ്ങിത്തിരിക്കുന്നു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അപ്പം വിളിക്കപ്പെട്ടവർ 20 ലക്ഷമായാലും ആ തെരഞ്ഞെടുപ്പ് 2 കൂട്ടർ മാത്രമാണ്. ഒന്ന് യോശുവയും കാലേബും. യോശുവ ശുശ്രൂഷകരെ കാണിക്കുന്നു, കാലേബ് ആദ്യഫലമായ വിശ്വാസിയെ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നതിന് മുൻപ് ഒരു യോർദാനെ നമ്മൾ സന്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ യോർദാൻ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് കനാനിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ സ്വർഗീയ കനാനിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിന് 2 കാര്യങ്ങൾ. ഒന്ന് വിടുതൽ. ചെങ്കടൽ കടന്ന് വിടുതൽ പ്രാപിച്ച ജനം യോർദാനി വരണം. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒടുക്കത്തെ ശത്രുവെങ്കിൽ ആദ്യം ഒരു ശത്രു ഉണ്ടല്ലോ, അതാണ് പാപം. വായിച്ചേ 15-26 വാക്യം. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അപ്പോൾ ഒടുക്കത്തെ ശത്രു മരണം, ആദ്യത്തെ ശത്രു പാപം.
ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, ഇത് തിന്നുന്ന ആൾ നിങ്ങൾ മരിക്കും. അപ്പോൾ അതൊരു കമാൻഡ്മെൻ്റാണ്. പഴത്തിൻ്റെ പ്രാധാന്യമല്ല, അത് ആപ്പിളോ ഓറഞ്ചോ നാരങ്ങ എന്തായാലും കുഴപ്പമില്ല. അവിടെ ഒരു കമാൻഡ്മെൻ്റാണ്. നമുക്കറിയാം, പണ്ട് കാലത്തിൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ എത്രയോ യാത്ര ചെയ്ത് വരാം. പെട്ടെന്ന് ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നു, ഹെൽമെറ്റ് ഇല്ലാത്തവൻ ശിക്ഷാർഹനാണ്. ഒന്നും വേണ്ടല്ലോ, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പണ്ട് സീറ്റിന് ആണും പെണ്ണിനും ഇവിടെ ഇരിക്കാമായിരുന്നു. എഴുതപ്പെട്ട ചില കുറിക്കപ്പെട്ട സർക്കാർ ബസ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നിരുന്ന വിവരം അറിയും, കാരണം നിയമം വന്നു. അപ്പോൾ നിയമങ്ങളാണ് പ്രാധാന്യം. അപ്പോൾ ദൈവം നിയമങ്ങളെ കൊടുത്തുകൊണ്ട് മനുഷ്യനെ ഉയർന്ന നിലവാരത്തിലെത്താൻ കൊടുത്ത പ്രമാണങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ മരിക്കും, ശിക്ഷിക്കപ്പെടുമെന്ന് അതിൻ്റെ അർത്ഥം. അത് ദൈവം ശിക്ഷിക്കുകയല്ല, അവിടെ തന്നെയുണ്ട് ശിക്ഷയും രക്ഷയും. നമ്മൾ കാർ ഓടിച്ച് പോകുന്ന സമയത്തിൽ ട്രാഫിക് സിഗ്നലിൽ ചെല്ലുമ്പോൾ ചുമന്ന ലൈറ്റ് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കുക, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ കളറാണല്ലോ, എന്നാൽ വിട്ടേക്കളാ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ വിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കൊട്ടാരക്കര ജംഗ്ഷൻ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു പോലീസ് വണ്ടി ചുമന്ന ലൈറ്റ് കത്തുന്നു. ഈ പോലീസുകാർ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ്, ഒരുപക്ഷെ അവർ പാർട്ടിക്കാരുടെ അനുഭാവികളായിരിക്കും. അത് സാരമില്ലെന്ന് അവർ ഞങ്ങൾ നിർത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിശയിച്ചു പോയി. അവർ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലതുകൊണ്ടായിരിക്കും വിട്ടത്. ഇവരങ്ങോട്ട് കയറി ജംഗ്ഷൻ ചെല്ലുമ്പോൾ ഒരു ആംബുലൻസ് വന്ന് ഈ പോലീസ് വണ്ടി ഇടിച്ച് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു രോഗി സ്ട്രക്ചറോടുകൂടി വെളിവ്. ഏതായാലും ഭാഗ്യത്തിന് ഈ സ്ട്രക്ചറെ തന്നെ അയാൾ കടന്നുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ പാർട്ടിയുടെ കളറാണ്, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ വെള്ള കളറാണെന്നൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിയമങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. അവൻ മരിച്ചിരുന്നെങ്കിലോ ആ പോലീസുകാർ ജീവപര്യന്തം അകത്ത് കിടക്കേണ്ടി വന്നേനെ. അപ്പോൾ പോലീസായിരുന്നാലും നിയമമാണ്. അപ്പോൾ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന ആൾ നിങ്ങൾ മരിക്കും. അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു. വേറൊരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, വേറൊരു ദുരാലോചന കിട്ടി, എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാൻ ദൈവത്തെ പോലെ ആൻ വേണ്ടി ചെയ്തു. അവർ മരണത്തിന് യോഗ്യരായിത്തീരുന്നു. എന്നാൽ ഈ മരണത്തിന് ഒന്നാം ഘട്ടം പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ഈ പാപത്തെ പരിഹരിക്കുന്നതാണ് സ്നാനം, രക്ഷാസ്നാനം. മർക്കോസ് 16:16 വായിക്കുമ്പോഴേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസവും സ്നാനവും രണ്ടും കൂടെ ചേർന്നൊരു ഭാഗമാണ്. ഒന്ന് വിശ്വാസം, സ്നാനം ഒരു നോട്ടിൻ്റെ രണ്ട് വശം പോലെയാണ്. അത് ഗാന്ധിയുടെ ഫിഗർ മാത്രം പ്രിൻ്റ് ചെയ്താൽ വിലയാകത്തില്ല, ഇപ്പുറത്തൂടെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നതും അനുസരണവും, അതാണ്. വിശ്വാസം മാത്രം പോലെ അനുസരണത്തിലാണ് ഇവർ പാപം ചെയ്തത്. അപ്പോൾ അനുസരണക്കേട് നിമിത്തം അല്ലേ, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാനം വായിക്കുമ്പോൾ അവരുടെ പാപത്തിൽ കാണുന്ന രണ്ട് കാര്യം, ഒന്ന് അവിശ്വാസവും അനുസരണക്കേടുമായിരുന്നു. വായിച്ച വാക്യം 3:18 വാക്യം. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? അനുസരണം കെട്ടവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രണ്ട്, ഇങ്ങനെ അവിശ്വാസം നിമിത്തം. അവിശ്വാസം. അപ്പൊ ഏതും തോട്ടത്തിൽ സംഭവിച്ച പലവല്ല വിഷയം. അവിടെ അവിശ്വാസവും അനുസരണക്കേടും. ആരെ അവിശ്വസിച്ചു? ദൈവത്തെ. ആരെ അനുസരണക്കേട് കാണിച്ചു? ദൈവത്തോട്. അതുകൊണ്ടാണ് ആ രണ്ട് ഇനീഷ്യൽ സബ്ജക്റ്റ് എഴുതിയെടുക്കുക, ഹരിയേഴ്സ് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്ന് വിശ്വസിക്കുകയും രണ്ട്, സ്നാനം ഒരു അനുസരണമാണ്. അത് രണ്ടും നടക്കുമ്പോൾ രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ജനം പിന്നെ മരുഭൂമിയിലാണ്. ഇതിനു വേണ്ടി ഡിസിപ്ലിൻ. അപ്പോൾ ഡെലിവറൻസ് പ്രാപിച്ചാൽ മാത്രം പോരാ, കനാൻ ദേശത്തിന് വേണ്ടി അവർ ഡിസിപ്ലിനുള്ള ജനമാക്കി മാറ്റണം. അതിനുവേണ്ടിയാണ് മരുഭൂമി കൂടെ നടത്തുക. കാരണം ഇവർ നേരത്തെ എങ്ങനെയുള്ളവരായിരുന്നു? ഇറച്ചിക്കലത്തിൻ്റെ ഇടയിലിരുന്നവരും ചുമ്മാ ഇറച്ചിയെല്ലാം തിന്ന് ഷാപ്പിട്ട് വയറ് നിറച്ച് മാട് പോലെ പണി ചെയ്യും, ചെളിക്കാത്തിങ്ങനെ ഇത്രയുള്ള ഒരു ജോലി. യാതൊരു സംസ്കാരവുമില്ല. അങ്ങനെയുള്ള മനുഷ്യരെ അറിവിൽ വളർത്തിയെടുത്ത് ഡിസിപ്ലിൻ ഉള്ള ഒരു വിഭാഗത്തെ ആക്കാൻ വേണ്ടിയാണ് അവർ മരുഭൂമി കൂടെ നടത്തിയത്. അതവർ ചിലർ മനസ്സിലായില്ല. മനസ്സിലാകാത്തവർ ദൈവത്തോട് മത്സരിച്ചു, ദൈവത്തെ പള്ളി പറഞ്ഞു, നടത്തിപ്പിനെ ദുഷിച്ചു. അങ്ങനെ അവർ ജഡം മരുഭൂമിയിൽ അവർ തന്നെ അവരുടെ വിഭ്രമത്തിന് യോഗ്യമായ ഫലം കിട്ടി. എന്നാൽ അനുസരിച്ചവരോ അവർ രണ്ടാം തലമുറ കനാനിൽ പ്രവേശിച്ചു. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ, ഒന്ന് ഡെലിവറൻസ്, ഡിസിപ്ലിൻ, കോൺകറിങ്. അപ്പോൾ ദൈവരാജ്യം അവകാശമാക്കുക എന്നൊരു ഭാഗമുണ്ട്. ദൈവരാജ്യം കാണുക അല്ലേ? നിക്കോദോമസിനോട് പറഞ്ഞു ദൈവരാജ്യം കാണുക. യോഹന്നാന്റെ സുവിശേഷം 3:3-5 വരെ വായിക്കുമ്പോൾ ദൈവരാജ്യം കാണുക, കടക്കുക മാത്രമല്ല അവകാശമാക്കുകയും ചെയ്യണം. അപ്പോൾ അവകാശമാക്കുന്നതാണ് കോൺകറിങ്. അതിനു വേണ്ടിയാണ് ഇവരെ മരുഭൂമിയിൽ വെച്ച് ശരിയായ യുദ്ധം അഭ്യസിപ്പിച്ചു, ഡിസിപ്ലിൻ ഉള്ളവരാക്കി മാറ്റിയെടുക്കാൻ
ദൈവം പരിശ്രമിച്ചു. അങ്ങനെയുള്ളതായ ജനങ്ങൾ കനാനിൽ വന്ന് വസിക്കണം. അവരെയാണ് കനാനിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ നാമും രക്ഷിക്കപ്പെട്ടൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം കൈയടിച്ച് പാടാനും അന്യഭാഷ പറഞ്ഞു കൊള്ളാനും മാത്രമല്ല, നമ്മൾ ഡിസിപ്ലിനുള്ള ജനമായി മാറണം. നമ്മുടെ ആത്മാവിൽ ഡിസിപ്ലിൻ വേണം, ശരീരത്തിൽ ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിന് വേണ്ടിയാണ് ഈ കൂട്ടായ്മ ബന്ധമെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അതില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച ഞായറാഴ്ച ഒരു ആരാധനയോട് തൃപ്തിപ്പെടുകയല്ല. അവർക്കാർക്കും കർത്താവിൻ്റെ വരവിലോ കനാനിലോ പോകാൻ കഴിയില്ല. കാരണം അവർ വിളിച്ച് പ്രാപിക്കുന്നില്ല. അപ്പോൾ ആ ഡിസിപ്ലിനാണ് കൂട്ടായ്മയുടെ ബന്ധം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നത്. രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും നാം അനുസരിച്ച് കീഴ്പ്പെടുന്നതിന് കാരണം നമ്മൾ ഡിസിപ്ലിനുള്ളവരാക്കി മാറ്റണം. നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം ക്രൂശിക്കപ്പെടണം. സ്വയം പലതുണ്ടല്ലോ, വീട്ടിൽ നിന്ന് വരുമ്പോൾ പലതുമുണ്ട്. ഇപ്പോൾ വീട്ടിൽ വെച്ച് നമുക്കറിയാം, പിള്ളേരെ തമാശ പറയുമ്പോൾ അപ്പനും അമ്മയും ചിരിക്കും. എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കോമാടി കാണിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. എന്നാൽ വിശ്വാസം വീട്ടിൽ വരുമ്പോഴോ സഭയിൽ വരുമ്പോഴോ, പ്രത്യേകിച്ച് വിശ്വാസം വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ പണ്ട് പ്രാപിച്ച സ്വഭാവങ്ങളൊക്കെ എടുക്കുമ്പോൾ അതെല്ലാം മാറും. അത് അറിയാതെ തന്നെ മാറ്റിക്കോളും. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങളും അഭിരുചികളെല്ലാം മാറ്റി പുതിയ ഡിസിപ്ലിനുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത്. അവിടെയാണ് നിന്ന, പഴി, ദുഷി, തേളെ, പാമ്പുകളെല്ലാം ഉണ്ട്. അവരിടയ്ക്ക് അടിക്കും, തേള് കുത്തും. അങ്ങനെയെല്ലാം വരുമ്പോൾ ദൈവത്തെ നോക്കി ജീവിക്കുന്നവർക്ക് തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ വരുന്ന ജനം അവസാനമായി ഒടുക്കത്തെ ശത്രുവായി മരണം. അതാണ് യോർദാൻ. യോർദാൻ എന്ന് പറഞ്ഞാൽ മരണത്തെ കാണിക്കുകയാണ്. ആ മരണത്തെ ജയിക്കുന്നവരാണ് കനാനിൽ പ്രവേശിക്കുന്നത്. മരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, ശരീര വേർപാട്. പക്ഷേ ആ ശരീര വേർപാട് മരണം വരുമ്പോൾ അതിനെ അതിജീവിക്കുന്നവരാണ്. എത്രയോ മനുഷ്യർ അങ്ങനെ അതിജീവിച്ചവർക്കറിയാം. ഞാൻ മേൽപ്പാടെന്നുള്ള സഭയിലിരിക്കുമ്പോൾ ഒരു തങ്കച്ചാൻ, അതേ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ബാംഗ്ലൂരിലൊക്കെ വെച്ച് താൻ രക്ഷിക്കപ്പെട്ടു. ഒരു യാക്കോബ വിഭാഗത്തിൽ നിന്ന് ഒന്നാണ്, ഓർത്തഡോക്സ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടു. ഭയങ്കര തീവ്രമായ സ്പിരിറ്റായിരുന്നു. ഒരു ദിവസം 3 സൺഡേ സ്കൂളൊക്കെ നടത്തുമായിരുന്നു. സഭായം കഴിഞ്ഞൊരു സൺഡേ സ്കൂൾ, അത് കഴിഞ്ഞ് 20 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി വേറെടുത്ത് പോയി നടത്തും. വൈകിട്ടൊരു സൺഡേ സ്കൂൾ. അങ്ങനെ തീക്ഷണതയോടെ നടത്തി മനുഷ്യൻ. ഇത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ സഭയിൽ ഈ പറഞ്ഞ ഡിസിപ്ലിൻ കുറവായിരുന്നു. തനിക്കതെല്ലാം കാണുമ്പോൾ വലിയ ഇറിറ്റേഷനാണ്. താനെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചില പുള്ളികളുണ്ട്, പ്രാദേശിക പാർട്ടികളുണ്ടല്ലോ, ക്ലാവ് പിടിച്ചവർ, അവർക്ക് ഈ മനുഷ്യരോട് അതൃപ്തിയായി. അങ്ങനെ പുള്ളി അവസാനം രാജിവെച്ച് വെളിയിൽ പോയി. ഇവന്മാർ കൂടെ ശരിയാത്തിൽ പറഞ്ഞ് പുള്ളി രാജിവെച്ച് പോയി. അപ്പോൾ തന്നെ അവിടെ നല്ല ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് വോയിസ് ഇല്ല. അങ്ങനെ പുള്ളി ഇരിക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ അല്പം പിന്മാറ്റം പ്രവേശിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഞാൻ ട്രാൻസ്ഫർ അവിടെ ചെല്ലുന്നത്. ഇദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷികളും കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചില അഡ്വൈസ് കൊടുത്തു. ഞാൻ പറഞ്ഞ് വീണ്ടും സൺഡേ സ്കൂൾ എടുക്കണം. സമ്മതിച്ചു. അദ്ദേഹം സൺഡേ സ്കൂളിൽ നിന്ന് അടിച്ചു പണിതു. ഹെഡ് മാസ്റ്ററൊക്കെ ഒന്ന് മാറ്റി വീണ്ടും എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ ഓക്കെ ആയി. അങ്ങനെ ഈ മനുഷ്യൻ നല്ല തീക്ഷ്ണതയോടെ മുമ്പോട്ട് പോകുമ്പോഴേ ഒരു ദിവസം ഞാൻ തൻ്റെ ഷോപ്പിലിരിക്കുകയാണ്. അപ്പോൾ എതിര് എൻ്റെ കൂടെ തന്നെ കസേരയിൽ ഒരു വേറൊരു വിശ്വാസിയുണ്ട്, പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു വിശ്വാസി. ഇദ്ദേഹത്തിൻ്റെ പേര് തങ്കച്ചനാണ്. അപ്പോൾ ഈ പാപ്പച്ചനെ നോക്കിയിട്ട് എന്നോട് പറയുക, അച്ഛാ എൻ്റെ താടി കെട്ടുന്ന പുള്ളിയായിരിക്കുന്നെന്ന് പറഞ്ഞിട്ട്. തൻ്റെ മരണത്തെ മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ്, എൻ്റെ താടി കെട്ടുന്ന പുള്ളിയായിരിക്കുന്ന പാപ്പച്ചൻ. ഇവരും സ്നേഹിതരാണ്, വിശ്വാസികളാണ്. പുള്ളിക്ക് അത്രയും മനസ്സിലായില്ല, പക്ഷെ ഞാനത് നോട്ട് ചെയ്തു. അതിനുശേഷം ഒരു മാസം ചില ദിവസം കഴിഞ്ഞ് പുള്ളിയെ പട്ടി കടിച്ചു. പട്ടി കടിച്ച് താനെന്ത് ചെയ്തു, ഈ രക്തമെല്ലാം ഒലിപ്പിച്ചുകൊണ്ട് നേരെ ഫെയ്ത്തോടേക്ക് വന്നു. എന്നോട് വെച്ചാൽ പ്രാർത്ഥിക്കണം, ഞാൻ മരുന്നെടുക്കത്തില്ല, രോഗശാന്തി ഇരിക്കുന്ന ആളാണ്, ഇത്രയും കാലം ഞാൻ മരിച്ചാലും സാരമില്ല. ഞാൻ പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി പ്രാർത്ഥിച്ചു. ഒരു തുണിയെല്ലാം വെച്ച് കെട്ടിപ്പോയി. താൻ അവിടുന്ന് അല്പം സൗഖ്യം കിട്ടി. തനിക്കൊക്കെ സ്പീഡ് കൂടുകയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു, വീടിൻ്റെ ചില മെയിൻ്റനൻസ് ചെയ്യുന്നു, റോഡെല്ലാം തൻ്റെ വഴിയിലേക്ക് റോഡ് പഞ്ചായത്തുകാരെ കൂടെ സമീപിച്ച് കുറേ കാശൊക്കെ കൊടുത്ത് ആ റോഡ് ക്ലിയർ ചെയ്യുന്നു. ഫെയ്ത്തോൻ എന്നോട് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്ക് ഇതെടുക്കണം, വാട്ടർ കണക്ഷൻ എടുക്കണം. ഞാൻ പറഞ്ഞ സമയമുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വെള്ളമുണ്ട്. അത് പറഞ്ഞ് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് എടുക്കാമെന്നൊക്കെ വെച്ചാൽ എന്തായാലും ധൃതി വയ്ക്കുന്നത്. പുള്ളി എന്നോട് ഇച്ചിരി ചൂടായിട്ടൊക്കെ പോയി. പിന്നെ ഒന്ന് ക്ഷമ പറയും കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ സൺഡേ സ്കൂളിലെ പുള്ളിയാണ് പായെല്ലാം ഇടുന്നത്. പിള്ളേരുണ്ടെങ്കിലും പുള്ളി ഇതെല്ലാം ചെയ്യും, താഴ്മയുടെ വിലയൊക്കെ ചെയ്യും. ഒരു ദിവസം ഞാനെന്തോ ചെറിയൊരു ശാസിച്ചു. പുള്ളി ഉടനെ ഇറങ്ങി പോയി. ആ സഭായോഗത്തിന് പുള്ളി നേരെ വൈഫിൻ്റെ വീട്ടിൽ വേറെ സഭയിൽ പോയി സഭായം കൂടാൻ വേണ്ടി നമ്മുടെ സഭ തന്നെ പോയ വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി.
കാർ ആക്സിഡൻ്റായി താൻ തിരിച്ച് വന്ന് ഫെയ്ത്തോലേക്ക് ഉടനെ ഫെയ്ത്തോലേക്ക് വരും. ആശുപത്രിയിൽ പോകുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ഞാൻ പോകത്തില്ല, എൻ്റെ യേശുവാണ്, മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സമയത്താണ് ഞാനൊരു സ്വപ്നം കാണുക. ഒരു 6 മണിയോടടുത്ത് 5:30 കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ഈ തങ്കച്ചായൻ വീട്ടിൽ വെച്ച് ബോധമില്ലാത്ത താഴോട്ട് വീഴുക. താഴെ വീണ് തൻ്റെ ഭാര്യയും വേറെ ആരും കൂടി ചേർത്ത് ഇദ്ദേഹത്തെ കട്ടിൽ കിടത്തുക, തൻ്റെ മകനും എല്ലാം കൂടെ കട്ടിൽ കിടക്കുക. എന്നിട്ട് ഭാര്യ എനിക്ക് ഫോൺ ചെയ്യുകയാണ്. ഭാര്യ ഫോൺ ചെയ്ത് അച്ചായ പെട്ടെന്ന് വരണം, തങ്കച്ചാൻ വീണ് കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഞാൻ സ്വപ്നത്തിൽ കാണുക. അപ്പം ഞാൻ അതിന് ശേഷം ഉണർന്നിട്ട് മദറിനോട് പറഞ്ഞിങ്ങനെ സ്വപ്നം കണ്ടു. ഒരു ചായ കുടിച്ച് ഞാൻ നേരെ ചെല്ലുമ്പോൾ 5 മിനിറ്റ് മുമ്പ് ഈ സംഭവം അതുപോലെ സംഭവിച്ചിരിക്കുക. അതേ വീട് കട്ടിൽ കിടക്കുക. അപ്പോൾ എന്നോട് സ്വപ്നത്തിൽ പറയുന്നുണ്ട് 6 മണിക്കൂർ ഇങ്ങനെ കിടക്കും, അതിനുശേഷം വിടുതലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് നാട്ടുകാരും ഇദ്ദേഹത്തിൻ്റെ പെങ്ങളൊരു നല്ല ഹെഡ് നേഴ്സാണ്, പക്ഷേ ഇദ്ദേഹത്തെ അറിയാവുന്നവരാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് വിടുതലാവുമ്പോൾ ഞാനും വിചാരിച്ചു ഒരു പക്ഷേ സൗഖ്യമായിരിക്കും. അങ്ങനെ ബോധമില്ല, ഇങ്ങനെ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു 6 മണിക്കല്ലേ, കറക്റ്റ് 12 മണിയാകുമ്പോൾ, അല്ല 6 മണിക്കൂർ, ഞാൻ പറഞ്ഞു 6 മണിക്കാണ് വീണത്. അപ്പോൾ ഞാൻ പറഞ്ഞു 6 മണി കഴിയുമ്പോൾ 6 മണിക്കൂർ കഴിയുമ്പോൾ പുള്ളിക്കാരൻ കണ്ണു തുറക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനീ പറയുന്ന സമയത്ത് 9 മണിയായി. ഞാനീ 9 മണി വെച്ചാണ് കൂട്ടുന്നത്. അപ്പോൾ 3 മണിയല്ലേ. ഞാനൊരു 12 മണിക്ക് തൊട്ട് മുമ്പ് ഒരു 11:15 ഫെയ്ത്തോ 2 വേലക്കാർ വന്നത്, ഞാൻ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. പെട്ടെന്ന് 12 മണിയാകുമ്പോൾ ഫോൺ വരുന്നത്, തങ്കച്ചാൻ കണ്ണു തുറന്നു. ഞാൻ വന്നു, പ്രാർത്ഥിച്ച് പുള്ളി മരിക്കുകയും ചെയ്തു. തൻ്റെ അവസാനത്തെക്കുറിച്ച് വളരെ നിശ്ചയത്തോടെ അങ്ങനെ എത്രയോ പേര് എനിക്കറിയാൻ സാധിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഓതറയിൽ വെച്ചൊരു അച്ചായൻ, പടിയാർ അവറാച്ചായൻ എന്ന് പറയും, പഴയ കനാനായ ഭാഗത്തു നിന്നൊരു അച്ചായനായിരുന്നു. അദ്ദേഹം നല്ല വിശ്വാസിയാണ്, പക്ഷെ അവസാനത്തിൽ തന്നെ ഒന്ന് മിനുക്കിയെടുക്കാൻ ദൈവം ഒരു പരീക്ഷ. അന്നിരുന്ന വേലക്കാരനും താനുമായിട്ട് ഇച്ചിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ വേലക്കാരൻ ഒരു പരിഹാസവും തമാശയൊക്കെ ഒരുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളി ഇച്ചിരി കറക്ക കമ്പനിയുള്ളൊരു പാർട്ടിയാണ് ഈ ഞങ്ങളുടെ വേലക്കാരൻ മൂപ്പൻ, പാഷായെന്ന് തോന്നുന്നു. എന്നാൽ എല്ലാവരും വലിയ സ്നേഹം, മോനെ കുഞ്ഞെന്നല്ല ആരും വിളിക്കത്തില്ല. നടത്തിപ്പാരൊക്കെ പറയാം തങ്കച്ചാ, അതും തങ്കച്ചനാണ്, തങ്കച്ചാ നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നീ നാളെ സെൻട്രൽ പാസ് ആകേണ്ടതല്ല, അതുകൊണ്ട് നിൻ്റെ അഭ്യാസമൊക്കെ താത്തു വെക്കാൻ പറഞ്ഞു. പുള്ളി നക്സലിലൊക്കെ വർക്ക് ചെയ്താന്നൊക്കെ പുള്ളി പറയുന്നത്. അങ്ങനെ ഒരുപാട് ഇച്ചിരി കുറുക്ക് വഴി തട്ടിപ്പ് കയ്യിലുണ്ട്. അപ്പോൾ ആ സഭയിൽ അതിന് പറ്റിയ വിശ്വാസിയുമായിട്ട് കമ്പനി കൂടി ആ സഭ ഇങ്ങനെ നടത്തുക. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ആയിട്ടില്ലത്, അതേ ഞാൻ പോയ സഭയിലേക്ക് പോയി തിരിച്ച്. അപ്പോൾ ഈ വിശ്വാസി, പഴയ വിശ്വാസി എല്ലാ സഭായോഗത്തിനും എടുത്തിട്ട് കീറുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് കീറുകയാണ്, പരസ്യമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ കിക്കരന്മാർക്ക് അവിടുത്തെ മുന്നിലിരിക്കുന്നവന്മാർക്ക് വലിയ സന്തോഷം. കാരണം പുള്ളി അവിടുത്തെ ഒരു പഴയ മനുഷ്യനല്ലേ. ഇപ്പോൾ പുതിയ പ്രമാണിമാർക്ക് അതെല്ലാം കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. പുള്ളി ഒരക്ഷരം മിണ്ടത്തില്ല. ഞാൻ ട്രാൻസ്ഫർ എന്നോട് മദർ പറഞ്ഞു, ഈ മാസങ്ങൾ 3-4 മാസങ്ങൾ എല്ലാ സഭായോഗത്തിനും ഈ മനുഷ്യനെ ഫ്രണ്ട് കസേരയിട്ട് ഇരുത്തിക്കൊണ്ട് ഈ ദൈവദാസൻ പറയുന്നൊരു കണക്കും കയ്യില്ലെന്നാണ്. പക്ഷെ ഒരക്ഷരം മിണ്ടത്തില്ല. അപ്പോൾ എല്ലാവരും പറയും അടുത്ത ആഴ്ച വരത്തില്ല, അടുത്ത ആഴ്ച വരും. 3-4 മാസമായി. അപ്പം ഞാൻ ട്രാൻസ്ഫർ ആയി ചെന്നു. ട്രാൻസ്ഫർ ആയി ചെല്ലുന്ന അന്ന് വെളുപ്പിലെ അവിടുത്തെ അമ്മ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്, അരി വെന്തിങ്ങനെ ചോറ് ആയി നിൽക്കുക. അത് വാങ്ങാൻ ആളില്ലെങ്കിൽ വെന്ത് പോകത്തില്ലേ. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ആയി വരുന്ന ദിവസം കാണുന്നത് ഈ അരി ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അയ്യോ ഇത് താഴെ ഇറക്കണമേ ആരെങ്കിലും പറഞ്ഞു, ഞാൻ ചെന്ന് അത് ഇറക്കി കൊടുക്കുന്നതായിട്ട് കണ്ടു. അടുത്ത ദിവസം ഞാൻ ആ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഈ അമ്മയും അപ്പനും കൂടി ഈ സ്വപ്നം എന്നോട് പറഞ്ഞു, എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വരെ പറയാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഞാൻ തുറന്ന് പറയാൻ പോവാ, ഭാരമൊന്നും വരരുതെന്ന് പറഞ്ഞു. ഇല്ല, ഒരു ഭാരവും വരത്തില്ല. അരി വെന്ത് പൂർണ്ണപ്പെട്ടത്, ഇവിടെ ഒരാൾ പൂർണ്ണതയിലെത്തി, അദ്ദേഹത്തെ കർത്താവ് ചേർക്കാൻ പോവുകയാണ്. അതാരാന്ന് ചോദിച്ചാൽ ഞാൻ അച്ചാനാന്ന് പറഞ്ഞു, അവറാച്ചാരാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരെന്ന് ഉടനെ 2 പേര് അമേരിക്കയിലാണ് എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഈ മിനുക്ക് പണി. അച്ചാരം ചില ഈ പറഞ്ഞ പോലെ കുടുക്ക് പണിയൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെൻറ്റർ വിളിച്ച് പറയുകയും ഇഷ്ടമില്ലാത്തവരൊക്കെ ചെറുതായിട്ട് ക്രൂശിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുത്ത് തന്നെ ഒരു വിശുദ്ധനാക്കാൻ വേണ്ടിയാണ് പരസ്യമായിട്ട് ഈ ആക്ഷേപത്തിന് വിട്ടുകൊടുത്തത്.
അത് വിജയിച്ചു കേട്ടോ, ഒരക്ഷരം മിണ്ടാതെ അത് വിജയിച്ചു. തന്നെ പോലെ ഒരു പ്രമാണിയായ മനുഷ്യൻ, അല്ലെങ്കിൽ അവിടുത്തെ അറിയപ്പെട്ടൊരു നല്ല കുടുംബത്തിൽപ്പെട്ടവൻ അപ്പോഴും സഭ വിട്ട് പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഈ പാസ്റ്ററെ മാറ്റേണ്ടതാണ്. മുൻപൊക്കെ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് മുഴുവൻ സഹിച്ചു. ഞാൻ പറഞ്ഞു, ഇത് അച്ചായനെ മിനുക്കിയെടുക്കാൻ വേണ്ടി, വിശുദ്ധനാക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചാന്ന് പറഞ്ഞു. തനിക്കൊരു ഭാരമുണ്ട്, അമ്മയ്ക്കൊക്കെ വലിയ ദുഃഖമുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ പുള്ളി പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു മീറ്റിംഗ് വെക്കണം. അച്ചായൻ വീട്ടിലൊരു മീറ്റിംഗ് വെക്കാൻ പറഞ്ഞു. മീറ്റിംഗ് വെച്ചു. അപ്പോൾ തൻ്റെ ഒരു മോനെ, രാജു എന്ന് പറയുന്നൊരു മോൻ ചിക്കാഗോയിലുണ്ട്. അദ്ദേഹത്തിന് മക്കളില്ല, വേറെ ബാബു എന്ന് പറയുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടില്ല, പല വിഷയങ്ങളുണ്ട്, ചില വീട് പണിയുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ പ്രാർത്ഥനയിൽ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞതാണ്, എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അച്ഛൻ ആ പ്രാർത്ഥനാ വിഷയം സാധിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ എഴുന്നേറ്റ് പറയുക, പുള്ളിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കുക. ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇതുപോലൊരു ഹോള്, അവിടെ ഇതുപോലൊരു ഹോള് പണിയുന്ന പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ഈ ഹോള് പണി തീരുന്നത് വരെ എനിക്ക് ആയുസ് നീട്ടി വാങ്ങിച്ചു തരണം, ഇതാണ് പുള്ളിയുടെ ഡിമാൻഡ്. ആ ഹോളിരുന്ന് എനിക്കൊന്ന് ആരാധിക്കണം, ഒറ്റ പ്രാവശ്യം ആരാധിച്ചാൽ മതി, അത് അച്ചായൻ അനുവദിക്കാൻ ദൈവത്തോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സഭക്കാരങ്ങൾ കൂടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വെളിച്ചം കണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ, ദൈവം അത് അനുവദിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വലിയ സന്തോഷവാനായി. അടുത്ത ആഴ്ച ഞങ്ങൾ പണി തുടങ്ങി കേട്ടോ. ഇവൻ 4 മാസം കൊണ്ട് താഴത്തെ ആരാധനകൾ, അത് താഴെ ആരാധനകൾ, ഇവിടെ മേളിലല്ലേ, ആരാധനകൾ താഴെയാണ്, 4 മാസം കൊണ്ട് പണി സ്പീഡിലൊക്കെ ചെയ്തു. ഈ ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു വിഷയം, ഇദ്ദേഹത്തിൻ്റെ മകന് കുട്ടികളില്ല, മറ്റു ചില പ്രശ്നങ്ങളൊന്നും തനിക്ക് വിഷയമല്ല. തൻ്റെ ഒരേ ഒരു ആഗ്രഹം ഈ ആരാധനകൾ പണിതൊന്ന് ആരാധിക്കണം. എന്നിട്ട് എല്ലാ ദിവസവും പണിക്കാരോട് വന്ന് താനെ സന്തോഷമായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ എന്നും പറയും, എനിക്ക് ഇത് പണി തീരുന്നവിടേ ഉള്ളൂ കേട്ടോ, പണി തീരുന്നിടം വരെയാണ് എനിക്ക് അച്ചായനെ പ്രാർത്ഥിച്ച് സാക്ഷ്യം തന്നിരിക്കുന്നു പറയും. എല്ലാവരോടും പറയും, മക്കളോടൊക്കെ പറഞ്ഞു. അങ്ങനെ 4 മാസം കൊണ്ട് ആരാധന കൊണ്ട് പണി തീർന്നു. താൻ എഴുന്നേറ്റ് അന്നത്തെ 3 ദിവസം യോഗം ഉണ്ടായിരുന്നു. പകലത്തെ യോഗത്തിന് സാക്ഷി പറഞ്ഞു, ഭയങ്കര ശബ്ദം ഹല്ലേലൂയ പറഞ്ഞ്, പ്രിയപ്പെട്ടവർ, എൻ്റെ സമയം തീർന്നു, എൻ്റെ സമയം തീർന്നു, എൻ്റെ സമയം ഇതുവരെയായിരുന്നു അനുവദിച്ചത്. ഇവിടെ നല്ല ആരോഗ്യത്തോടെ സാക്ഷി പറയുക. അതൊരു ബുധനാഴ്ച അതെനിക്ക് തോന്നുന്നു, ബുധനാഴ്ചത്തെ പകലത്തെ മീറ്റിങ്ങിനാണ് സാക്ഷി പറയുന്നത്. ഞായറാഴ്ച ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ തനിക്ക് പെട്ടെന്നൊരു വൈബ്രേഷൻ ഉണ്ടായി, പെട്ടെന്ന് മയങ്ങി വീണു, ഗിഡിനസ് പോലെ വന്ന് വീണു. തൻ്റെ മകൻ യാക്കോബക്കാരനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രി ഡോക്ടർ പറഞ്ഞു, രക്ഷയില്ല, വേണേൽ 2 ദിവസം വെന്റിലേറ്റർ ഇടാം, അതിനുശേഷം മരിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെല്ലാം വരാൻ വേണ്ടി 2 ദിവസം വെന്റിലേറ്റർ ഇട്ട് 2 ദിവസം കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കണം, പുതിയ യെരൂശലേമിൻ്റെ കല്ലുകളായി ദൈവം പണിതെടുക്കുകയാണ്. അതെനിക്ക് ഞാൻ നേരിട്ട് കണ്ട സാക്ഷി. അങ്ങനെ പല അനുഭവങ്ങളും ഞാൻ ഇരുന്ന സ്ഥലത്ത് പോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വലിയ നിശ്ചയത്തോടു കൂടി അക്കരയ്ക്ക് പോയ അനേക വിശുദ്ധന്മാരായ വിശ്വാസികളും മേലക്കാരെയും എനിക്ക് നല്ല സാക്ഷികളുണ്ട്. പാസ്റ്റർ എസ് ബി ഏണസ്റ്റ്, പാസ്റ്റർ ടി വി ചാക്കോ, അങ്ങനെ പലരും. അപ്പം അവർ കണ്ടുകൊണ്ട് തന്നെ കർത്താവിനെ, എൻ്റെ കൂടെ ബാച്ചിലുണ്ടായിരുന്നൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹം കൃപാസനത്തിൽ നിന്ന് വന്ന എബി എന്ന് അവളുടെ പേര്. അവിടെ തന്നെ പാസ്സായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നു. ലാസ്റ്റ് മിനിക്ക് പഠിക്കും കൊണ്ടുവന്നതാണ്. ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത വർഷം താൻ കുമ്പനാട്ട് വെച്ച് രോഗിയായി. അപ്പോൾ താനിങ്ങനെ കിടക്കുക. പാസ്റ്റർ എം ടി തോമസ് ആണെന്ന് തഞ്ചാവൂരിലേക്ക്, ഞാൻ നാഗപട്ടണത്തിലും. ഞങ്ങളെല്ലാം നോക്കി വയ്ക്കുമ്പോൾ ഈ എബി എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വന്ന രോഗിയായിട്ട് കാണാൻ വന്നിട്ട് പോകുമ്പോഴാണ്, അപ്പം എബി പറയുന്നു, നിങ്ങൾ പോകരുത്. പാസ്റ്റർ ബോബിയോടും പറഞ്ഞു, നിങ്ങൾ പോകരുത്, ഞാൻ എന്നെ പറഞ്ഞയച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. കേട്ടോ, നല്ല എന്നെ പറഞ്ഞയച്ചിട്ട് പോയാൽ മതി. അപ്പോൾ പാസ്റ്റർ ബോബി പറഞ്ഞു, എബി ഇപ്പോഴൊന്നും പോകത്തില്ല, നീ ശുശ്രൂഷയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ജീവൻ കൊടുത്ത് കൃപാസനത്തിൽ ഇതേ പ്രതിഷ്ഠയൊക്കെയാണ്, വേല ചെയ്ത് തീർത്തു വന്ന മനുഷ്യനാണ്. അവസാനത്തെ പണിക്ക് ദൈവം കൊണ്ടുവന്നായിരിക്കും. അപ്പം ഞങ്ങൾ ഇത് കേട്ടപ്പം പാസ്റ്റർ ബോബിയോട് ഞാൻ പറഞ്ഞു, വെച്ചാൽ പിന്നെ നമുക്ക് നാളെ പോകാം, ക്യാൻസൽ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പം അമ്മയൊക്കെ ഉണ്ട്, അമ്മയപ്പനൊക്കെ വന്നിട്ടുണ്ട് കാണാൻ. ഇത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞ് പാട്ട് പാടി സ്വതന്ത്രം ചെയ്യാൻ പറഞ്ഞ് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ യേശു വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൺമുമ്പിൽ നിൽക്കുകയാണ്, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണേ പാസ്റ്റർ ബോബിയോട് പ്രാർത്ഥിച്ച് അയക്കാൻ പറഞ്ഞു. അതേ അവസാനം മനസ്സിലോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ എബി അപ്പനോട് പറഞ്ഞു, അപ്പാ സ്തോത്രം, പോവുക, അമ്മ സ്തോത്രം, അണ്ണേ സ്തോത്രം, എൻ്റെ പേര് വിളിച്ചു യാവുഞ്ഞ് സ്തോത്രം. അക്കരിക്കും എത്ര നിശ്ചയത്തോടെ. അങ്ങനെ അനേക വിശുദ്ധന്മാർ നമുക്ക് മുമ്പേ
ഈ മരണത്തെ ഭയപ്പെട്ടിട്ടല്ല, മരണത്തെ ആസ്വദിച്ചിട്ട് പോയ അനേകരുണ്ട്. വായിച്ചേ, എബ്രായലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ മരണത്തെ രുചി പാർത്തെന്നാണ് തമിഴിൽ പഠിക്കുക 2:9. അവർ മരണത്തെ രുചി പാർത്തു എന്നാണ്. ടേസ്റ്റ് ദി ഡെത്ത്, ഇംഗ്ലീഷും തമിഴും പഠിക്കും. என்றாலும் தேவனுடைய கிருபையினால் ஒவ்வொருவருக்காகவும் மரணத்தை ருசி பார்க்கும் മരണത്തെ രുചി പാർത്ത്, രുചിച്ചെന്നാണ്. മരണത്തെ രുചിക്കാൻ കഴിയുമോ? മരണം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭീതിയാണ്. എത്രയോ മനുഷ്യർ, അമേരിക്കയിലെ പഴയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോൺ ഫെല്ലർ, റോക്ക് ഫെല്ലറിന്റെ 4 മക്കൾ ഒരാൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം മരണം അടുക്കുന്ന സമയത്ത് താൻ ഭയപ്പെട്ടു പോയി. എന്നെ മരണത്തിൽ നിന്ന് ആർക്ക് രക്ഷിക്കാൻ കഴിയും? തൻ്റെ വാഹനത്തിൽ ഒരു പെട്ടി നിറച്ച് ഡോളർ നിറച്ചുകൊണ്ട് ഓരോ തെരുവിൽ ചെന്നും ഡോളർ വലിച്ചിങ്ങനെ എറിയുകയാണ്. എന്നെ മരണത്തിൽ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച് പറഞ്ഞ് അവസാനം മരിച്ചുപോയി. എന്നാൽ ഇവിടെ ഇതാ, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ വെച്ച് മരണത്തെ രുചിച്ചതുപോലെ നമുക്ക് മരണത്തെ രുചിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും. അതിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് യോർദാൻ, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകേണ്ടത്. ഇംഗ്ലീഷ് വായിച്ച്. But we see Jesus, who was made a little lower than the angels for the suffering of death, crowned with the glory and honor, that he by the grace of God should taste death for every man. ടേസ്റ്റ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി അവൻ മരണത്തെ രുചിച്ചെന്നാണ്. ചോക്ലേറ്റ് തിന്നുന്ന പോലെയാണ് അല്ലേ? പണ്ടൊക്കെ നല്ല ചോക്ലേറ്റ്, ന്യൂട്രിൻ്റെയും പ്യാരിൻ്റെയും ഒക്കെ ചോക്ലേറ്റ് തിന്നുന്ന സമയത്ത് കുട്ടികളെ നോക്കി ഇങ്ങനെ വായിക്കൂടി ഇങ്ങനെ ഒഴിച്ചു വരും അല്ലേ? അവർ ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ യേശു മരണത്തെ രുചിച്ച്, നമുക്കും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യോർദാനെ നീ ഭയപ്പെടുന്നത് ഇല്ലൊരു പാട്ടില്ലയോ? യോർദാനെ നീ ആ പാട്ടല്ല. യോർദാനെ നീ ഭയപ്പെടുമോ, കാണുന്ന യേശുവേ മറുകരയിൽ. യോർദാനെ നീ ഭയപ്പെടുമോ, കാണുന്ന യേശുവേ മറുകരയിൽ. ഈ മരണസമയത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശ വേണം. ഓ, ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നു. നിങ്ങൾക്കറിയാം, ഏലപ്പാറ ഞാനിരിക്കുന്ന സമയത്തിൽ 1985 മദ്രാസിൽ നിന്ന് ആദ്യം തന്നെ ഏലപ്പാറ ഇരിക്കുമ്പോൾ ഭയങ്കര ഉണർവുണ്ടായി. അന്ന് കൺകാണി ഒരു ചായൻ്റെ പേര് ഇപ്പം മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ മകൾ ഐറിഷ്. ഇന്ന് ഐറിഷിൻ്റെ അനിയത്തി സുവിശേഷ വേലയിലുണ്ട് കോഴിക്കോടിൽ. ഐറിഷിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അപ്പൻ വീതം 75,000 രൂപ 85 ഓർത്തോണം. ഇപ്പം അപ്പനത്തൊക്കെ ഒന്ന് മല പോലെ ഇങ്ങനെ കുരുമുളകൊക്കെ കൂട്ടിയിടുന്ന കാലങ്ങളാണ്, കാപ്പിക്കുരു. ഇപ്പം ഈ മോക്ക് വേണ്ടി 75,000 രൂപ പറഞ്ഞ് കല്യാണമെല്ലാം ഉറപ്പിച്ച് ഇരിക്കുന്ന സമയത്താണ് അന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ അയച്ചത്. ഉണർവുണ്ടായ ഒരു കാത്തിരിപ്പ് യോഗത്തിന് ഈ ഐറിഷിൻ്റെ പുറത്തോട്ട് ഒരു പുതപ്പൊന്നും ഉണ്ടായ സ്വപ്നം കണ്ടു. അഭിഷേകം. ഐറിഷിൻ്റെ പ്ലാൻ മാറി. ഐറിഷ് കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ സമർപ്പിച്ചു. വീട്ടുകാരാകെ നിർബന്ധിച്ചെന്നെല്ലാം നോക്കിയിട്ട് രക്ഷയില്ല. ഇനി എൻ്റെ യേശുവാണ് എൻ്റെ മണവാളൻ. അവസാനം അപ്പൻ എന്ത് ചെയ്തറിയാം, ഐറിഷെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഇന്നലെ വരെ ഞാനായിരുന്നു ഇവളുടെ അപ്പൻ, ഇനി നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞെങ്കിൽ അവൾ അനുസരിക്കത്തുള്ളൂ. ഇതാ അവളുടെ ഷെയർ, ഈ പൈസയും മേശപ്പുറത്ത് വെച്ചു. അവൾ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പാസ്റ്റർ കെ സി ഓറിസ് പാസ്റ്റർ വിളിച്ചു, അദ്ദേഹത്തെ ഏൽപ്പിച്ചു. കോട്ടയത്ത് കൊണ്ടുപോയി സുവിശേഷ വിലയ്ക്ക് ഇറക്കി. 5 വർഷം നാഗാലാൻഡിൽ നല്ല മനോഹരമായി വേല ചെയ്തു. അങ്ങനെ വേല ചെയ്ത് തിരുമ്പോൾ പെട്ടെന്നൊരു ചെറിയ പനിക്കോള് വന്നു. മദ്രാസിൽ കൊണ്ടുവന്നു. അടയാർ ഫെയ്ത്തോമിൽ ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഞാൻ എറണാകുളത്ത് വെച്ച് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ ഇരിക്കുന്ന റൈച്ചൽ ജോർജ്, പക്ഷേ KG ജോർജിൻ്റെ പെങ്ങള്, അവിടുത്തെ ഒരു നടത്തിപ്പുകാരിയായിരുന്നു. അവരാണ് എന്നോട് ഇത് വിവരിച്ച് പറഞ്ഞത്. ഐറിഷ് ചെറിയൊരു പനിയേ ഉള്ളൂ. എല്ലാവരെയും വിളിച്ചു. അന്ന് അന്നമ്മ ചെറിയാൻ ഒക്കെയാണ് ഇവിടുത്തെ ഇൻചാർജ്. ഇവരെല്ലാം വിളിപ്പിച്ചിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, ഞാൻ ഇന്ന് പോകുമെന്ന് പറഞ്ഞു. നീ എന്ത് വട്ടായി പറയുന്നത്? നിനക്ക് അങ്ങനെ പോകൂടി ലക്ഷണമൊന്നുമില്ല. ഇല്ലില്ല, യേശു ഇന്ന് വരും. യേശുവോട് പറഞ്ഞു, ഇന്ന് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. അരമണിക്കൂർ കഴിഞ്ഞ് യേശു വന്നു. ഐറിഷ് പറഞ്ഞു, യേശു വന്നിക്ക് അമ്മച്ചിയക്ക ജോമണി അനപ്പൊക്കെന്ന് പറഞ്ഞു. അവർക്ക് മടി. ഐറിഷ് ഭയങ്കര നിർബന്ധം, യേശുവിനെ താമസിപ്പിക്കരുത്, എന്നെ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയെന്ന് പറഞ്ഞു. ഇവരെല്ലാം കരയാൻ തുടങ്ങി. ഈ റേച്ചൽ ജോർജ് എന്നോട് പറഞ്ഞാണ്, ഞങ്ങളെല്ലാം കരയുകയാണ്, കാരണം അവിടെ വലിയ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു.
വേറൊന്നും ചെയ്യാൻ അറിയത്തില്ല. യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇവരെല്ലാം കരയാൻ തുടങ്ങി. കരഞ്ഞു കഴിഞ്ഞ് ഏതായാലും എന്തോ ഐറിഷ് നിർബന്ധം കൊണ്ട് അന്നമ്മ ചെറിയാനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഐറിഷിനെ കൊണ്ട് യേശു പോയി. എന്തൊരു ഭാഗ്യം നോക്കി ഇവരെ. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ സമയങ്ങൾ അടുത്ത് വരുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. യേശു വന്ന് നമ്മളെ കൊണ്ടുപോകണം, ദൂതന്മാരല്ല. ദൂതന്മാർ വന്ന് കൊണ്ടുപോയാൽ പുതിയ ഭൂമിയിലെത്തത്തുള്ളൂ കേട്ടോ. മണവാട്ടിയെ ചേർക്കാൻ യേശു തന്നെ വരണം. അങ്ങനല്ലേ? യേശു വന്ന് മണവാട്ടിയെ ചേർക്കുന്നതാണ്. പുതിയ യെരൂശലേമിൻ്റെ കല്ലുകളായി മരിക്കുന്ന സമയത്തിൽ യേശുവിനെ കണ്ടു മരിക്കണം. അതാണ് ശ്രേഷ്ഠ മരണം എന്ന് പറയുന്നത്. ദൂതന്മാർ കൂട്ടിക്കൊണ്ടു പോകുന്ന ആരെയാ? ലാസറിനെ. ഇത് അറിയാം, ലാസറിനെയാണ് ദൂതന്മാർ. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെയും പുതിയ ഭൂമിക്കുള്ളവരെയാണ് ദൂതന്മാർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മണവാട്ടിയായി നമ്മൾ ആയിത്തീർന്നാൽ അവരെ യേശു വന്ന് കൂട്ടിക്കൊണ്ടു പോകും. ചില സമയത്ത് നമുക്ക് നീട്ടിത്തരും. ഇപ്പം നമ്മുടെ ചായന്, മാത്തുക്കുടി ചായന് നീട്ടിക്കൊടുത്ത പോലെ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കും, കർത്താവേ, അമ്മാമ്മയാണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കുക, മാത്തുക്കുടി ചായനെ എടുത്തു കഴിഞ്ഞാൽ അവരാകെ തളരുമല്ലോ എന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടുകൊണ്ട് പുള്ളിക്കാരൻ ബോധമില്ല കിടക്കില്ലേ. അവിടെ നിന്ന് ആ ഡോക്ടറും നേഴ്സും ഒക്കെ എന്നെ നോക്കിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ദൈവം തനിക്ക് ഇതുപോലെ എൻ്റെ ജീവിതത്തിലും 1988 ഞാൻ പട്ടംകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ പറഞ്ഞതാണ്. ഇപ്പോൾ എന്തിനാണ് വീണ്ടും പറയുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ പുതിയ ആളുകൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അവരിങ്ങനെ പറയാറുണ്ട്, പാസ്റ്റർ അനുഭവങ്ങളൊക്കെ ചേർത്ത് പറയണം. അങ്ങനെ പട്ടംകൊള്ളിക്ക് ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് ഞാൻ ഒരുക്കി തന്നെ പോയത്. മുട്ടത്തൊരു വലിയ മിനിസ്ട്രി നടന്നു. 2 ബ്രാഞ്ച് ഫെയ്ത്തുമൊക്കെ ആരംഭിച്ചു. കന്യാസ്ത്രീകൾ 2 പേര് രക്ഷിക്കപ്പെട്ടു, ഒരു അച്ഛനാമ്പാൾ രക്ഷിക്കപ്പെട്ടു, പല കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ വേറെ വലിയ ഉണർവുണ്ടായി. എന്നെ ട്രാൻസ്ഫറായി പട്ടംകൊള്ളിക്ക് വിട്ടു. അപ്പം ഞാനന്ന് പല ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ബൈബിൾ ക്ലാസ് എടുക്കുമായിരുന്നു. ആർക്കിയോളജിക്കലും ഹിസ്റ്റോറിക്കലും തിയോളജിക്കലും ഒക്കെ എടുത്ത് അത് കേൾക്കാൻ വേണ്ടി നമ്മുടെ ഫെയ്ത്തോർ തൊട്ടടുത്താണ് കോൺവെൻറ്റ്. കന്യാസ്ത്രീകൾ ഒന്ന് കസേരയിട്ട് അവരുടെ പറമ്പിൽ നിന്ന് കേൾക്കുമായിരുന്നു. എന്നെ വീട്ടിൽ മടത്തി വിളിച്ച് പലപ്പോഴും അവരിങ്ങനെ ഡിസ്കഷൻ ചെയ്യുമായിരുന്നു. പുതിയ ആളുകൾ പല സമുദായത്തിലേക്ക് വരുമായിരുന്നു. അങ്ങനെ ബൈബിൾ ക്ലാസ് ഭയങ്കര ഫേമസ് ആയിട്ട് നടക്കുന്ന സമയത്താണ് ദൈവം എന്നോട് ഒരിക്കൽ സംസാരിച്ചു. ശലോമോൻ ആദ്യം എനിക്ക് ആലയം പണിത്, പിന്നീട് അവൻ ഭാര്യമാരെ പ്രസാദിപ്പിക്കാൻ. അപ്പം ഞാൻ ഈ ബുക്ക് റെഫർ ചെയ്യുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് മനസ്സിലായി. എനിക്ക് ആഘോഷമായി. ഞാൻ കർത്താവേ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോകുമ്പോൾ എൻ്റെ തുണിയും 2-3 സെറ്റ് തുണിയും ബൈബിളും അല്ലാതെ, പാട്ടുപുസ്തകമല്ല, ഒരു സാധനവും ഞാൻ കൊണ്ടുപോകില്ല. 3 പെട്ടി. കൽക്കട്ടയിൽ ഞങ്ങൾ കൺവെൻഷൻ പോകുമ്പോൾ പാസ്റ്റർ ബോബി വാങ്ങിച്ചെന്ന് പെട്ടി വരെ ഉണ്ട്, ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു തന്നെ. ആ പെട്ടിയും ടേപ്പ് റിക്കാർഡും കാസറ്റും എല്ലാ സാധനങ്ങളും ഓരോരുത്തർക്കും പെറുക്കി കൊടുത്ത് 2 പ്ലാസ്റ്റിക് കൂടിൽ ആണ്. ഒരു കൂടിനകത്ത് 3 സെറ്റ് തുണി, ഒരു കൂടിനകത്ത് ബൈബിളും. അപ്പോൾ എന്നെ ട്രാൻസ്ഫറാക്കാൻ വേണ്ടി നമ്മുടെ മുട്ടത്ത് ജോയ് സാറ് അംബാസഡർ കാറും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. പുള്ളിയുടെ ആ സ്പീഡല്ല ഇപ്പോൾ അറിയാമല്ലോ. ഡിക്കി തുറന്നിട്ട് പുള്ളി ഓടനെ പുള്ളിക്കാരൻ വേർത്തിനും കൂടെ മുറിക്കകത്ത് കയറി. പെട്ടിയൊന്നും കാണുന്നു. എന്തിയാ ഭാഷ ബ്രദറെ പെട്ടി? ഞാൻ പറഞ്ഞു പെട്ടിയൊന്നുമില്ല. അങ്ങനെ പട്ടം കൊള്ളിച്ചു. ഞാൻ കർത്താവ്, ഇനി ഞാൻ ഇവിടെ മിനിസ്ട്രി നടത്തുമ്പോൾ ദൈവം തരുന്ന ആലോചന അല്ലാതെ ഒരു റെഫറൻസ് കൊടുക്കരുതെന്ന്. അത് ആവശ്യമായിരുന്നു, ആ വേലയ്ക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ആരംഭിച്ച് വരുമ്പോൾ 20ഓളം പേര്, ആദ്യം 17, പിന്നീട് 20ഓളം പേര് ഒരൊറ്റ വർഷത്തിൽ തന്നെ 17 പേര് വേലയ്ക്ക് പ്രതീക്ഷിച്ചു. 2 ബ്രാഞ്ച് ഫെയ്ത്തും തുടങ്ങി. പുതിയ ആൾ പാസ്റ്റർ നമ്മുടെ പ്രസാദ് ഡോക്ടർ, അവരൊക്കെ ആ സമയത്താണ് വിശ്വാസം വരുന്നത്. അപ്പോൾ ഇതുപോലെ ചില തീരുമാനങ്ങൾ ദൈവം എടുപ്പിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ലിങ്കനൊക്കെ അന്ന് ഇവിടുത്തെ വിശ്വാസികളാണ്. ലിങ്കൻ്റെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ലിങ്കനാണ് നമ്മുടെ സാരഥി കേട്ടോ. അത് നമ്മളെല്ലായിടത്തും കൊണ്ടുവന്നൊക്കെ ലിങ്കനാണ്. ദൈവം ഇരിപ്പുണ്ട് അല്ലേ, ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാര്യമൊക്കെ പറയുമ്പോൾ ലിങ്കിന് സുവിശേഷം വരയ്ക്ക് വരണമെന്നൊക്കെ ആഗ്രഹമാണ്. പക്ഷേ എന്തോ ചെയ്യാനാ, നമ്മുടെ സഹോദര പേരന് ഷംനയോ ശ്യാമളയോ ഉറക്കെ പറ, ഷർമിള ടാഗോർ ആണോ? ഷർമിള ഇങ്ങനെ പ്രാർത്ഥിച്ചവരെ അടിച്ചു മാറ്റി കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് ദൈവത്തോട് കണക്കൊക്കെ പറയണേ. എനിവേ, അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പ്രിപ്പയർ ചെയ്തു. എൻ്റെ ശരീരമെല്ലാം വീക്കായി. ഉപവാസവും പ്രാർത്ഥനയും ഇങ്ങനെ ദൈവത്തോട് സംസർഗം പുലർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമായി. എൻ്റെ മിനിസ്ട്രിക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന സമയമാണ്. 7 വർഷമായി വേലയ്ക്ക് വന്നു, 3 വർഷം വിശ്വം, അങ്ങനെ 10 വർഷം. 7-10 ഒക്കെ നമ്മുടെ കണക്ക് പ്രകാരം ഒരു പൂർണ്ണതകളാണ്.
അങ്ങനെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ബോഡിയെല്ലാം വീക്കായി, പൾസെല്ലാം കുറഞ്ഞു. നമ്മുടെ വിശ്വാസികൾ ഡോക്ടർമാർ ഡോക്ടർ പ്രസാദും ഡോക്ടർ ലീനയൊക്കെ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ പൾസെല്ലാം കുറഞ്ഞു, ഇനി മേലോട്ട് പോകത്തേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമാണ്, യേശുവിൻ്റെ അടുത്ത് പോകാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശനിയാഴ്ച. അപ്പം ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അവിടെ ശവക്കോട്ടയുടെ ഒരു വലിയ പ്രശ്നം നടക്കുന്ന സമയമാണ്. വിശ്വാസികൾ പാസ്റ്റർ ശവക്കോട്ടെ വന്ന് ആ പ്രശ്നമൊന്നും കൈകാര്യം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പീരീഡിൽ ആരും മരിക്കത്തില്ലെന്ന് പറഞ്ഞു. ആദ്യത്തെ സഭായത്തിനെ പറഞ്ഞു, എൻ്റെ പീരീഡിൽ ഇവിടെ ആരും മരിക്കത്തില്ല. അപ്പോൾ മരിച്ചെങ്കിലല്ലേ ശവക്കോട്ട നോക്കേണ്ട ആവശ്യമുള്ളൂ. തന്നെയല്ല കർത്താവ് വിട്ടത് ആദ്യം ശവക്കോട്ട പണിയാനല്ലല്ലോ, ജീവനുള്ളവർക്ക് വാസസ്ഥലം പണിയാനാണല്ലോ. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പൈലച്ചിലൊക്കെ പറഞ്ഞു വിട്ടു. അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അതിനൊരു പരീക്ഷ ഉണ്ടായി കേട്ടോ. ചക്കക്കാരോ എന്തോടെ ഇല്ലെങ്കിൽ അതിൻ്റെ പേര് ഒരപ്പൻ, തട്ടേക്കാനത്തെ അപ്പനെ ഒരു സമയത്ത് സീരിയസ് ആയി മരുന്നത്തോളം എത്തി മരിക്കാൻ കിടക്കുക, ശ്വാസം മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പോകുന്നുമില്ല. എന്നോട് വിശ്വാസികളും മദറൊക്കെ പറഞ്ഞ് പാർശ്വത്ത് പോകണ്ടേ, ആൾക്കാരെന്ത് പറയും, മരിച്ചു പോകുമെന്ന് പറയും. അപ്പം എല്ലാവരും വന്ന് കാത്തിരിക്കുക. ഒരു ശനിയാഴ്ച ചില ദിവസങ്ങളായിട്ട് ഇങ്ങനെ രോഗിയായി കിടക്കുകയാണ്. അപ്പം ഞാൻ പോകുന്നുമില്ല, എനിക്കൊരു നടത്തിപ്പ് വരുന്നില്ല. അങ്ങനെ എല്ലാവരും പോയി വീട്ടിൽ സ്വോത്രം ചെയ്ത് നിൽക്കുമ്പോൾ ഒരുത്തൻ പെട്ടെന്നൊരു ജീപ്പുമായിട്ട് വന്നു എന്നെ കാണാൻ. അവിടെ പോകാനല്ല. അപ്പോൾ എന്താ പാസ്റ്റേ, കാത്തിരിപ്പിയോ നേരത്തെ തീർന്നു, നമുക്ക് ഇന്നടുത്ത് പോകാൻ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നു. അകത്തോട്ട് കയറുമ്പോൾ ഈ മരിക്കാൻ കിടക്കുന്ന അപ്പൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ നോക്കുമ്പോൾ രണ്ട് അവിശ്വാസികളായ മനുഷ്യർ പിടിച്ച് കിടത്തുക. ഏതാ പുള്ളിയെ വീണ്ടും വിടറാന്ന് പറഞ്ഞ് പുള്ളി ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നാ അപ്പം സംഭവിച്ചത്? എന്ത് നമ്മുടെ ബ്രദർ എന്ത് ചെയ്യേ? ബ്രദർ വന്നില്ലല്ലോ. അപ്പം ഞാൻ കയറുന്നേ ഉള്ളൂ. ഇല്ലില്ല, ബ്രദർ വന്ന് എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് അത്ഭുത സൗഖ്യം കിട്ടി. അങ്ങനെ പുള്ളിയും പിന്നീട് 2 വർഷക്കാലം സുവിശേഷകനായിട്ട് ട്രാക്ട് കൊടുത്തൊക്കെ ജീവിച്ച് അവസാനിച്ചു. അപ്പം ഞാൻ ആ സമയങ്ങളിൽ ഒരു കാത്തിരിപ്പിയോ കഴിഞ്ഞ് വളരെ വീക്കായിരിക്കും സമയമാണ്. അന്നാണെങ്കിൽ ഒരു ചെറിയ ഷീറ്റിട്ടൊരു മുറിയാണ്. ജനുവരി മാസത്തെ കൊടും തണുപ്പ്, മരം കൊച്ച് തണുപ്പെന്നല്ലേ മകരമാസം എന്ന് പറയുന്നത്. അപ്പം ആ തണുപ്പ് കൊണ്ട് ഞാനിങ്ങനെ ഷീറ്റുമൊക്കെ കമ്പിളിയൊക്കെ പൊതിച്ച് കിടക്കുക. പെട്ടെന്ന് ഞാൻ കാണുന്നത് 2 വിശുദ്ധന്മാർ. അപ്പം മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യം കാണുന്നത് ഇങ്ങനെയാണ്. തൊട്ടപ്പുറത്തൊരു കാത്തലിക്സ് ഫാമിലി, ഒരു ഹിന്ദുസ് ഫാമിലി. ഇവർക്ക് 2 കൂട്ടർക്കും ഒരു 10-20 ആടുകളുണ്ട്. ഈ എല്ലാ ആടുകളും കയറും പൊട്ടിച്ച് നമ്മുടെ ഫെയ്ത്ത് ഹോമിൻ്റെ താഴത്ത് തട്ടി വന്നിരിക്കുക. എൻ്റെ മുറിയുടെ താഴത്തെ തട്ട് 3-4 തട്ടായിട്ടാണ് പട്ടംകൊള്ളി ഫെയ്ത്ത് ഹോം. ഈ തട്ടിൽ വന്ന് നിന്നിട്ട് ഇതിങ്ങനെ ഒരു വിസിലിംഗ് സൗണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് വല്യമ്മച്ചി പറയുന്നത് കേട്ടു, ഈ ചില ഗോസ്റ്റുകൾ, ഈവിൽ സ്പിരിറ്റുകളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് മൃഗങ്ങൾക്ക് അതിൻ്റെ സിംറ്റംസ് അറിയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉടനെ ചിന്തിച്ചു, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു വലിയ ശക്തി എൻ്റെ നെഞ്ചിലോട്ട് കയറിയിരുന്നിട്ട് എന്നെ അങ്ങ് കട്ടിലോട്ടങ്ങ് പ്രസ് ചെയ്യുക. ഓരോ പ്രസംഗിലും എൻ്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എഴുന്നേക്കാൻ നോക്കുന്നു, കാല് തളർന്നുപോയി. ഒറിജിനല കൈ സ്വിച്ചിടാൻ നോക്കിയിട്ട് കൈ തളർന്നു. മധുരയെന്ന് വിളിക്കുക. എന്നാൽ പാമ്പാടി അമ്മച്ചി അവിടെ ഇരിക്കുന്നത്. മധുരയെന്ന് വിളിച്ചിട്ട് നാക്കം പോകുന്നില്ല. അവസാനം മരണം എന്താണെന്ന് ഞാൻ രുചിച്ചെന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ശ്വാസം മരിക്കുന്ന ഒരു 3 ശ്വാസം അവസാനം എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ വലിച്ചൊരു ശ്വാസം വിട്ടു. അപ്പോഴത്തേക്ക് ബോഡിയെല്ലാം കംപ്ലീറ്റ് മരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മരണം ഇതാണ്. ഒരു ശ്വാസം എടുത്തു, 2ാമത്തെ ശ്വാസം എടുത്തു, 3ാമത്തെ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നെഞ്ചും കൂടി ഇങ്ങോട്ട് വികസിച്ച് വരികയാണ്, തുറന്ന്. ഒരു സിംഹത്തേക്കാൾ പവർഫുള്ളതായ ഒരു ജീവി, ഇങ്ങനെ നമ്മൾ ഈ ലാപ്ടോപ്പിലൊക്കെ മിനിമൈസ് ചെയ്യുന്ന പോലെ ആ മിനിമൈസ് ചെയ്തൊരു ജീവി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശബ്ദത്തോടെ, ആ ശബ്ദം കേട്ട് ഈ ജീവി അങ്ങ് പുറത്തു. അപ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് വലിയ ബോക്സറെ പോലെ, ഒളിമ്പിക്സിലെ വിന്നർ ബോക്സറെ പോലെ ഞാനങ്ങ് ഭയങ്കര ശക്തിയുള്ളവരായി തീർന്നു. എന്നെ അറ്റാക്ക് ചെയ്ത സ്പിരിറ്റിനെ ഞാൻ സെക്കൻഡ് കൊണ്ട്. അപ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായി, ചെറിയൊരു ഭയം വന്നു. എന്ത് ഭയം? ഇവൻ പിശാചാന്നോ എന്നെ ഈ പോരാടുന്നത്? അതിനെ ജയിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയാൽ മോശമല്ലെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻ ദ നെയിം ഓഫ് ജീസസ് കാണുകയും കേൾക്കുകയും ഒരു അമാനുഷിക ശക്തി, എക്സ്ട്രാ പവർ എൻ്റെ ശരീരത്തിലേക്ക് വരികയും സെക്കൻഡ് കൊണ്ട് ഞാൻ ഈ ശക്തിയെ ഡിഫീറ്റ് ചെയ്തു, തോൽപ്പിച്ചു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഉടനെ ഒരു വാക്യം എഴുതി. അന്നാണ്
ഈ വാക്യം, സൈന്യത്താലുമല്ല ശക്തിയാലും എൻ്റെ ആത്മാവിനത്രേ. അതാണ് ഞാൻ എല്ലായിടത്തും എഴുതി വെച്ചതിൻ്റെ കാരണം. അപ്പോൾ അത് സക്കറിയ 4:6. എന്നിട്ട് ഞാനിങ്ങനെ ജയാളിയായിട്ട് കിടക്കുക. അപ്പോൾ ഈ ശബ്ദം കേട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് കേട്ടപ്പോൾ മദറും സിസ്റ്റേഴ്സും എല്ലാം ഓടി അവിടെ വന്നു. എന്താ ബ്രദറെ, ഭയങ്കര ശബ്ദം കേട്ടല്ലോ. അപ്പോൾ അവർ ധരിച്ചത് കാഹളം ധരിച്ച് കർത്താവ് വന്നു. ഇതാ ഇവർ കൈവിടപ്പെട്ടു. ബ്രദർ പോയി കാണുമെന്ന് പറഞ്ഞ് വന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ ഉണ്ട്, നാളെ പറയാൻ പോകും. അപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുക. പൊക്കോ നാളെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണുന്നത് 2 വെള്ളവസ്ത്രധാരികളായ വിശുദ്ധന്മാർ പട്ടക്കോണിൽ ആ ഫ്രണ്ടിൽ അവിടെ വന്നൊരു പേടകത്തിൽ വന്ന് ഇറങ്ങുക. 2 പേരും എൻ്റെ ട്രെയിനിങ് മാസ്റ്റേഴ്സായിരുന്നു. മദ്രാസ് വെച്ച് വളരെ അഭേദ്യമായ ബന്ധമുള്ള പാസ്റ്റർ SB ഏണസ്റ്റ്, മറ്റൊന്ന് പാസ്റ്റർ KC വർഗീസ്. 2 പേരും എൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രചോദനം നൽകിയ 2 പാസ്റ്റർമാരാണ്. പാസ്റ്റർ ഏണസ്റ്റ് മരിച്ചിട്ട് 3 മാസമായി. പാസ്റ്റർ KC വർഗീസ് അന്ന് കൊട്ടാരക്കര സെൻട്രൽ പാസ്റ്ററായിട്ടിരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ ഏണസ്റ്റ് മരിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടും താനിങ്ങനെ മുറിക്കാത്തൊന്നൊരു കസേരയിൽ, ഒരു ഇരുമ്പ് കസേരയുണ്ട്, അവിടെ കയറിയിരിക്കുകയാണ്. പാസ്റ്റർ KC വർഗീസ് കട്ടിലിൽ വന്നിരുന്ന് ഇവർ സംഭാഷിക്കുക. അപ്പോൾ പാസ്റ്റർ ഏണസ്റ്റ് നിശ്ചലമായ ശരീരത്തോടെ ഇരിക്കുന്നത്. പാസ്റ്റർ 2 പേരും തങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ മിഷനിൽ ഒരുപാട് കഷ്ടപ്പെട്ടു, വേദന അനുഭവിച്ചു. മിഷൻകാർ തന്നെ, വേലക്കാരും വിശ്വാസികളും തന്നെ ഞങ്ങളെ ഒരുപാട് നിന്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവം ഞങ്ങളെ ജയാളികളാക്കി മാറ്റി. നിനക്കും ഈ മിഷനിന് ഒരുപാട് കഷ്ടമുണ്ടാകുന്നു. അനേകർ നിനക്കെതിരായിട്ട് മാറും, പക്ഷേ ഒരു വ്യക്തിയെപ്പോലും നിൻ്റെ നേരെ നിർത്തുകയെന്ന് പറഞ്ഞു. ഇതറിയിക്കാനാണ് ഞങ്ങൾ ഒന്ന്. 2, പാസ്റ്റർ SB ഏണസ്റ്റിനെ ദൈവം കാണിച്ചിട്ട് പറഞ്ഞു, നിത്യതയിൽ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് എന്ന് നീ ചോദിച്ചില്ലേ, അതിപ്പോൾ കാണിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ ഏണസ്റ്റിൻ്റെ ശരീരം ഞാൻ നോക്കുമ്പോൾ സാധാരണ പാസ്റ്റർ ഏണസ്റ്റ് നമുക്കറിയാം, നിത്യത തിരിച്ചറിയാം, നിത്യതയിൽ അന്യോന്യം തിരിച്ചറിയാം. പക്ഷേ പെട്ടെന്ന് തൻ്റെ ശരീരം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവിടെ അസ്ഥിയും മാംസമൊന്നുമല്ല കാണുന്നത്, പ്രകാശകിരണങ്ങൾ കൊണ്ടൊരു ബോഡിയാണ്. അതിനുശേഷം 2 കൈ വിരലിങ്ങനെ കാണിച്ചു, അതും വൈബ്രേറ്റ് ചെയ്തപ്പോൾ തിളങ്ങുന്ന പ്രകാശകിരണങ്ങൾ. അവസാനം മുടി, നരച്ച മുടിയല്ല, അതും പ്രകാശങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുടിയാണ്. അതാണ് വെളിച്ചം. നിങ്ങൾ ലോകത്തിൻ്റെ ആ വെളിച്ചമാണ് രൂപാന്തര ശരീരം, ദൂതന്മാരെ പോലെ ആകുന്ന ശരീരം എന്ന് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ദീർഘായുസ് തന്നിരിക്കുകയാണ്. ഇനി നീ ജീവിച്ച് ഞാൻ പഠിപ്പിച്ച സത്യങ്ങൾ മനുഷ്യൻ്റെ മുഖം നോക്കാതെ നീ പ്രസ്താവിക്കണം. അതിനുശേഷമാണ് പാസ്റ്റർ KC വർഗീസ് മരിച്ചുപോയി. അതുപോലെ നമ്മൾ ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമോ ചീഫ് പാസ്റ്റേഴ്സും ആരും ഇതിന് തടസ്സം ചെയ്യുന്നില്ല. പിന്നെ പ്രാദേശികമായ ചില പാസ്റ്റർമാരും ചില വേലക്കാർക്ക് നേരത്തെ കുറേ അതിർത്തിയൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോൾ എല്ലാം മാറി വരിക. കാരണം ഇത്രയും തുറന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷേ അതിനുവേണ്ടിയാണ് എന്നെ ആയുസ്സോടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ചാടി എഴുന്നേറ്റ് പിറ്റേ ദിവസം സഭായൊക്കെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ലിങ്കൻ സാക്ഷിയാണ്. അന്ന് പിറ്റേ ദിവസം ക്യാമ്പാണ്, കാഞ്ഞിരപ്പള്ളി ക്യാമ്പ്. ലിങ്കൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഞാനേതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു ദൂതനെ പോലെയാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്നത്. ഇങ്ങനെ ഉപ്പുതറ, കാഞ്ചിയാറ്, വേലപ്പാറ വഴിയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന പുതിയൊരു ലോകമാണ് കേട്ടോ. എൻ്റെ മനസ്സ് മുഴുവൻ ഇതങ്ങ് നിറഞ്ഞിരിക്കില്ലേ. ഈ മനുഷ്യരെ കാണുമ്പോൾ ഇവർ വേറെ ലോകത്തിൽ നിന്ന് വന്നവരെ പോലെ കാണുക. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ചെന്നു. ക്യാമ്പിൽ 2 ദിവസം ക്യാമ്പ് ആദ്യമായിട്ട് കത്തോലിക്കൻ്റെ സെൻറ്ററിൽ വെച്ചിരിക്കുക, ഒരു സ്കൂൾ എടുത്ത്. ആ ക്യാമ്പിൽ ഞാൻ ചെന്നവണ്ണല്ല സക്കറിയാപ്പച്ചനാണ്. പാസ്റ്റർ സക്കറിയാപ്പച്ചനും പാസ്റ്റർ എബ്രഹാം, D. എബ്രഹാം, തുമ്പോണി അവറാച്ചനും കൂടെ ആണ് ഇന്നത്തെ അസിസ്റ്റൻറ്റ്. എന്നെ കണ്ടിട്ട് പാസ്റ്റർ വിളിച്ച് പറഞ്ഞു, ചെറിയാങ്കുഞ്ഞിന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അന്നൊക്കെ അങ്ങനെ കേട്ടോ, നേരത്തെ ഒന്നും പറയത്തില്ല. ഇന്ന് ക്യാമ്പിൽ ആദ്യത്തെ പ്രസംഗം ചെറിയാങ്കുഞ്ഞ് പ്രസംഗിക്കണം. ശരിയെന്ന് പറഞ്ഞേറ്റു. മൈക്ക് സെറ്റുകാരെ ക്രമീകരിക്കാൻ പറഞ്ഞു. ഞാൻ മൈക്ക് സെറ്റ് ക്രമിച്ചു. 11:45 എനിക്ക് വീണ്ടും സ്ട്രോക്ക്. എന്നെ അവർ ആ സ്കൂൾ ക്യാമ്പസ് 2 സ്ക്രീനൊക്കെ ഇട്ട് 2 ഡെസ്കൊക്കെ വെച്ച് ഒരു വിരിയും വിരിച്ച് ഒരു തലയുടെ സംഘടിപ്പിച്ച് എന്നെ അവിടെ കിടത്തി. സക്കറിയാപ്പച്ചന് തലയുടെ കൊണ്ടുവന്നതിന് അവിടെ കിടക്കാൻ പറഞ്ഞു. എന്നെ കിടത്തി. ഈ പറഞ്ഞ പോലെ ബോധമില്ല. പക്ഷെ ഉള്ളിൽ ഈ ആൾക്കാർ വരുന്ന മൂന്നൊക്കെ ഒരു ചെറിയ തോന്നലുണ്ട്. അങ്ങനെ 11:45 മുതൽ 5:45 വരെ ഞാൻ കോമാ സ്റ്റൈൽ, ഡെഡ് സ്റ്റൈലിൽ ഇരിക്കുകയാണ്. നമ്മുടെ അന്ന് ദാനികുട്ടിച്ചാനാണ് കേട്ടോ, അസിസ്റ്റൻറ്റ് ദാനികുട്ടിച്ചാനാണ്. D. എബ്രഹാം മരിച്ചുപോയി. തുമ്പോണ അവറാച്ചൻ മരിച്ചതിന് ശേഷം പാസ്റ്റർ ദാനികുട്ടിയാണ്. അദ്ദേഹം ഞാനുമായിട്ട് വളരെ ക്ലോസാണ്. അപ്പം ഇതേപോലെ എൻ്റെ മുമ്പിൽ കരയുന്നൊക്കെ എനിക്കറിയാം.
ചെറിയാകുഞ്ഞെ പ്രസംഗിക്കേണ്ട ആളല്ലേ ഇങ്ങനെ കടന്നാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കാം. പക്ഷേ പ്രതികരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ 5:45 അവിടെ നമ്മുടെ ചാത്തന്നൂരുകാരി മറിയാമെന്ന് പറഞ്ഞൊരു സിസ്റ്റർ കോട്ടയത്തുണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയാണ് സ്തോത്രപ്പാട്ട് ആരംഭിക്കുന്നത്. സ്തോത്രഗീതമെന്നും പാടിയിടാമേ സ്തോത്രാർഹനാമേശുന. ഈ പാട്ടിൻ്റെ അടികളെൻ്റെ അവർ പാടിയ പാട്ടെൻ്റെ ചെവിക്കകത്തോടെ വന്ന് പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിച്ചു. ഞാൻ കിടന്ന് ഡെസ്ക് കൂടെ തുള്ളി ചാടി എഴുന്നേറ്റു. ഒരു രോഗമില്ലാത്ത രീതിയിൽ ചാടി എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു, ഭക്ഷണം തരട്ടെ എത്തിച്ച് വേണ്ടാന്ന് പറഞ്ഞു. ചായ തരാൻ പോയി. ചായ തന്നു. ഞാൻ റെഡിയായി പ്രസംഗിക്കാനൊരുങ്ങി. അപ്പോൾ നമ്മുടെ കുമ്പളിക്കാരനായ പൈലിച്ചാൻ്റെ മകൻ തോമസ്, നല്ല ഹെൽത്തി അല്ലേ, ഡബിൾ ചക്കൻ എന്നാണ് വിളിക്കുന്നത്, ഇരട്ട ചക്കൻ, അത്രയും ആരോഗ്യമുള്ളവനാണ്. പുള്ളിയാണ് സെർവിങ്ങിൻ്റെയും കിച്ചൻ്റെയും ചാർജ്. പുള്ളിയെല്ലാം നല്ല നല്ല കണ്ടാൽ തന്നെ നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് ചെറിയാമഞ്ഞെ കത്തോലിക്കൻ്റെ സെൻറ്ററാണ്, നന്നായിട്ട് പ്രസംഗിക്കണം. ഞാൻ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കാം. പുള്ളിയെല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു ടവലൊക്കെ ഇട്ട് ഒരു കസേര ഇരിക്കുക. ശരി അച്ഛാ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോയി. തിരിച്ചു വരുമ്പോൾ ഈ തോമസിന് എനിക്കുണ്ടായ സ്ട്രോക്ക് പോലെ ഞാൻ കിടന്ന ആ ഡെസ്കിൽ പുള്ളി കിടക്കുകയാണ്. പുള്ളി സംസാരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, കർത്താവ് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, നിനക്ക് 10 ദിവസമേ ഉള്ളൂ, നിൻ്റെ കഷ്ടം തീരും, നിന്നെ ചേർക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 5 ദിവസം കഴിഞ്ഞ് ഞാൻ കോട്ടയം സെൻട്രൽ ഫെയ്ത്ത് ബ്രദർ തോമസിനെ കാണാൻ ചെല്ലുമ്പോഴേ ഇല്ലിക്കൽ പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മൂപ്പൻ നമുക്ക് കൊണ്ടുണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. തൻ്റെയാണ് ആദ്യത്തെ സഭായോഗത്തിന് ഞാൻ പെന്തിക്കോസ്ത് മിഷനിൽ നെടുമുടി ചെല്ലുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കൈക്ക് പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ 5 ദിവസമായുള്ളൂ, 10 ദിവസമല്ലേ. ചെറിയാകുഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ബോട്ടിങ്ങനെ നിർത്തിയിരിക്കുക, സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പാപ്പച്ചാൻ കാണുന്നു, ഞാനിങ്ങനെ ചെറിയാകുഞ്ഞിങ്ങനെ നടന്നു ചെല്ലുന്നു. പുള്ളി കർത്താവേ ചെറിയാകുഞ്ഞിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇതിന് എടുക്കുന്നെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ ഓടി വന്ന് ബോട്ടേ കയറി തിരിഞ്ഞ് പാപ്പച്ചാനൊരു ടാറ്റായി കൊടുത്ത് പുള്ളി സ്ഥലം വിട്ടു. ഈ തോമസായിരുന്നു. ഇത് എന്നോട് പറഞ്ഞു. ഞാനവിടെ വിലക്കാരോടൊക്കെ ഈ ദർശനത്തെ പറ്റി പറഞ്ഞു. പാപ്പച്ചക്കുണ്ടായിരുന്നു. 10-ാം ദിവസം അത് മൂലമറ്റത്ത് കൺവെൻഷൻ നടക്കുക. 2 ദിവസം ഞാനാണ് പ്രസംഗിക്കുന്നത്. ശമ്മൂലൂട്ടിയെയും എന്നെയും മീറ്റിംഗ് ഏൽപ്പിച്ചിട്ട് സക്കറിയാപ്പച്ചന് ദാരി പിടിച്ചാൽ പറഞ്ഞ് 10 ദിവസമാണ്, തോമസിന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഫോണും വന്നു. അങ്ങനെ അവർ നേരത്തെ പോയി ഞങ്ങൾ മീറ്റിങ്ങിനാണ് നടത്തി. 9:30 10 മണിയോട് അവിടെ ചെന്നു. ഏകദേശം 11 മണിയോടുകൂടി കണ്ടിന്. അപ്പോൾ തോമസിൻ്റെ ഒരു ചുളിവില്ല, കണ്ടാലൊരു ക്ഷീണമില്ല, നല്ല സുന്ദരനായി കിടക്കുക. താനിങ്ങനെ കാല് കുടഞ്ഞ് 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 ജീവൻ ശരീരത്തിൽ പോകാൻ 2 മണിക്കൂർ എടുത്തു. അങ്ങനെ കറക്റ്റ് ആ 10-ാം ദിവസം താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ലക്ഷ്യത്തിലേക്ക് പോയി. ഇത് യുക്തിവാദികൾക്കോ നിരീശ്വരവാദികൾക്കോ മറ്റ് മതവെറിയന്മാർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമല്ലിത്. അവരറിയണമെങ്കിൽ ദൈവിക ചൈതന്യം അവർക്കുണ്ടാകണം. ഇത് ഞങ്ങളുടെ അനുഭവമാണ്. പെന്തിക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തെ നിഷേധിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. പിന്നെ ഇന്ന് പെന്തിക്കോസ് പറഞ്ഞ് വലിയ ജാട കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ അനുഭവങ്ങൾ പറഞ്ഞാൽ മതി. ഈ അനുഭവത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയും. ഇതുപോലെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അനുഭവങ്ങളെ നിഷേധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഞാൻ ഒരുപാട് മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരോട്, മന്ത്രിമാരോട്, ഡൽഹിയിലൊക്കെ ചെന്ന് പാർലമെൻറ്റിലെ ഒരു മന്ത്രിയോട് വരെ സംസാരിച്ചിട്ടുണ്ട്. പലരോടും, പല പെന്തിക്കോസുകാരോടും. പക്ഷേ ഈ അനുഭവത്തിന് മുമ്പിൽ അവർക്ക് ആർക്കും ഒന്നും, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അവർക്കെന്ത് പറയാനൊക്കും? നമ്മുടെ അനുഭവങ്ങളാണ്. അതാണ് യോഹന്നാൻ ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതുമായ ജീവൻ്റെ വചനം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, പാപത്തിൽ വിടുതൽ മാത്രമല്ല, ഒടുക്കത്തെ നാൾ അല്ലെങ്കിൽ ഒരു പോരാട്ടമുണ്ട്, അതാണ് മരണം. അപ്പോൾ അത് മരണദൂതനായിരുന്നു. അന്ന് എന്നെ സന്ദർശിച്ചത് മരണദൂതനായിരുന്നു. അപ്പോൾ ആ മരണദൂതനെ ജയിക്കാൻ നമ്മുടെ ശക്തിയല്ല, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ. ഒരു ഉദാഹരണം പറയാം. ദാവീദ് ഇസ്രായേൽ ജനങ്ങളെ മുൾമുനയിൽ നിർത്തി 40 ദിവസം വിറപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ 40 ദിവസം മരണഭീതിയിൽ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഈ ഗോലിയാത്തിനെ നേരിടാൻ ശൗലിനോ മറ്റാർക്കും സാധ്യമല്ലായിരുന്നു. അപ്പോൾ ദൈവത്താൽ അയച്ച് ദാവീദ് വന്നു. നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാം. ഗോലിയാത്തിന് നേരെ ഒരു കവണയിൽ ഒരു കല്ല് വെച്ച് അവൻ്റെ തിരുനെറ്റിക്ക് അടിച്ചു. കാരണം ബാക്കിയെല്ലാം മറച്ചിരിക്കുക.
പിച്ചള കൊണ്ടെല്ലാം മൂടിയിരിക്കും. പക്ഷേ ഈ തിരുനെറ്റി മാത്രം പെരുസിനൊരു കുഴപ്പമില്ല, അവൻ്റെ സ്വയത്തെ മറയ്ക്കത്തില്ല. അപ്പോൾ ദാവീദ് നോക്കിയപ്പോൾ ഇവരെ മറ്റു രീതിയിലല്ല, അവൻ്റെ സ്വയത്തെ അടിക്കണം. ആ സ്വയത്തിന് തിരുനെറ്റിൻ്റെ ഒരു കല്ല്, ചെറിയൊരു കല്ലടിച്ചതേ ഉള്ളൂ, അവൻ വീണു. പക്ഷേ അവനെ കൊല്ലണ്ടേ, അവൻ്റെ വാളുമില്ല. അങ്ങനെ വായിക്കുന്നത് ദാവീദിൻ്റെ വാളില്ലായിരുന്നു. വായിച്ച ഒരു കവണയും ആ ഭാഗം ഒന്ന് വായിച്ച്, ഒരു കവണയിൽ ഒരു കല്ലുകൊണ്ട്. 49 വാക്യം, 17-ാം അധ്യായം 49. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യനെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവണു വീണു. ഇതേ കാണിക്കുന്നു, അവന്റെ സ്വയത്തെ തകർത്തു. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് എന്താ ചെയ്തത്? സാത്താന്റെ സ്വയത്തെ തകർത്തു. സാത്താൻ സ്വയമാണ്, ആ സ്വയമാണ് നമ്മുടെ പാപം. അതിനു പകരം പിതാവിന്റെ ഇഷ്ടം ചെയ്ത് സ്വയത്തെ തകർത്ത് കാൽവരിയിൽ അവൻ ജയോത്സവം കൊണ്ടാടി. അല്ലാതെ പിശാചിന് തലവെട്ടിയതല്ലോ. അവൻ്റെ തലയെന്ന് പറഞ്ഞ വിസ്റ്റം, ആ വിസ്റ്റമാണ് സ്വയജ്ഞാനം, ലോകജ്ഞാനം. ആ ലോകത്തിൻ്റെ ജ്ഞാനത്തെയാണ് ക്രിസ്തു തൻ്റെ ജ്ഞാനത്താൽ ജയിച്ചത്. വായിക്കേണ്ട സഭാപ്രസംഗിൽ 9-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി ശലോമോൻ ഒരു വട്ടുപിടിച്ച സമയത്താണേലും ഒരു സത്യം എഴുതിയിട്ടുണ്ട്. ഒരു പട്ടണത്തിൽ ജ്ഞാനി ഉണ്ടായ, 2 പേർ താമസിച്ചിരുന്നു, ചുരുക്കം പേരായിരുന്നു. ഒരു രാജാവ് തന്നെ നിരോധിച്ച് കൈവശമാക്കി. പക്ഷേ ആ പട്ടണത്തിൽ 9-ാം അധ്യായത്തിലുണ്ട് കേട്ടോ സഭാപ്രസംഗിൽ, ഒരു ജ്ഞാനി ജീവിച്ചിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ ആ പട്ടണത്തെ രക്ഷിച്ചു. അത് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. ക്രിസ്തു തൻ്റെ ജ്ഞാനത്താൽ. ദാവീദ് എന്ത് ചെയ്തു? ഈ ഭയങ്കരമായ ഗോലിയാത്തിനെ, ഈ സാത്താനെ ജയിച്ചത് ഒരു കവണയും ഒരു കല്ലും. കല്ലിനെന്താ കാണിക്കുന്നു? ആ കല്ല് ക്രിസ്തുവിന് പ്രതീകമാണ്, ഇല്ലയോ? സക്കറിയാപുരത്ത് വായിക്കുമ്പോൾ ഒരു കല്ലിന്മേൽ 7 കണ്ണ്. ആ കല്ലിന്മേൽ 7 കണ്ണാണ്. സർവജ്ഞാനിയായ ക്രിസ്തു ലോകത്തിൽ വന്ന് തൻ്റെ ജ്ഞാനത്താൽ ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ താൻ ജയിച്ചു. നമുക്കിപ്പം ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ സമയമില്ല, പിന്നീട് പറയാം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പറയുന്നത്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ. 2 വാക്യം വായിക്കും. മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ട് എബ്രായർ 2:14 മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണം ക്രിസ്തുവിന്റെ അല്ല, മരണം പിശാചിന്. കാരണം അവൻ പാപം ചെയ്യിപ്പിച്ച് മരണം വന്നു. പക്ഷെ യേശു ആ മരണം തന്നെ കടമെടുത്തു. എന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ശൗലും ഇസ്രായേൽ ജനങ്ങളും ഇവന്റെ ചേട്ടന്മാരും ഒക്കെ വിറച്ച് നിൽക്കുമ്പോൾ അഭിഷിക്തനായ ദാവീദ് വന്ന് ഒരു കല്ലുകൊണ്ട് അവനെ ജയിച്ചെങ്കിൽ ആ കല്ല് ക്രിസ്തുവാണ്. അതാണ് പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവനെ കൊണ്ടാണ് വീണ്ടും ഭൂമിയെ വീണ്ടെടുത്തത്. സംഭവിച്ചു തന്നെ സാത്താൻ്റെ തലകർത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ തലയരിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ തലയല്ല. അത് ആക്ഷരികമായ ദാവീദ് എന്ത് ചെയ്തു? ഇവനെ ഒരു കല്ലുകൊണ്ടാണ് വീഴ്ത്തിയത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. പക്ഷേ ഇസ്രായേൽ അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുവിനെ ജയം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ്റെ തല ഉയർത്തിപ്പിടിച്ച് ജയോത്സവം കൊണ്ടാണെന്നൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് എൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. കാരണം അവൻ സമാധാന പുരുഷനാണ്. യേശു എന്താ പറഞ്ഞു? വാൾ ഉറയിലിടുക. അപ്പോൾ യേശുവിൻ്റെ സമാധാനം മറ്റുള്ളവർ തലയർത്തിട്ടല്ല, അല്ലെങ്കിൽ വാളെടുത്തിട്ടല്ല. അവൻ തൻ്റെ ജീവനെ നൽകിക്കൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ച് രക്ഷിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മളതെല്ലാം കേട്ടല്ലോ. അപ്പോൾ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. വായിച്ച്, ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്തീനെ ജയിച്ചു, ഫെലിസ്തീനെ കൊന്നു മുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. നോക്കണം, എന്നാൽ ഒരു എക്സ്ക്ലമേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ, കാരണം യുദ്ധകളത്തിൽ ഇറങ്ങുന്നവൻ്റെ വാൾ വേണ്ടേ? കാരണം അവന് തലയരിഞ്ഞെങ്കിലേ ആ യുദ്ധം ഫിനിഷ് ചെയ്യത്തുള്ളൂ. അതിന് വാളില്ല. പക്ഷെ വാൾ ആരുടെയിലുണ്ട്? ശ്രദ്ധിച്ചോളണം, വാൾ ഗോലിയാത്തിൻ്റെ ഉണ്ട്. ദാവീദ് എന്ന് അവന്റെ വാളെടുത്ത് അവന്റെ തലയർത്തു. വായിച്ച്, ആകിയ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ എബ്രായത്തിൽ വായിക്കുമ്പോൾ മറ്റേ വാക്യം വായിച്ച്, മക്കൾ ജഡരക്തങ്ങളാകൊണ്ട് അവനും അവരെ പോലെ. 2 എബ്രായർ, മക്കൾ ജഡരക്തങ്ങളാകൊണ്ട് അവനും അവരെ പോലെ. 14 വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ മരണത്തിന്റെ അധികാരിയായി തന്റെ മരണം തന്റെ വാളുകൊണ്ട് ദാവീദ് ജയിച്ച പോലെ സാത്താന്റെ ആയുധമായ മരണത്തെയാണ് യേശുക്രിസ്തു എടുത്ത് കടമെടുത്തുകൊണ്ട് അവൻ ആ മരണം മൂലം ചെന്ന് സാത്താനെ നേരിട്ടു. അതാണ് കാൽവരിയിൽ ഫിനിഷ്, തന്റെ കോഴ്സ് പൂർത്തീകരിച്ചു.
അപ്പോൾ കാൽവരിയിൽ നമ്മളാരും അറിയാതൊരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു. അതെന്തായിരുന്നു? സാത്താൻ്റെ തലയെ തകർത്തു. ആ തലയെ തകർത്തു പറഞ്ഞാൽ അവൻ്റെ വിസ്ഡം, അതാണ് ലോകജ്ഞാനം, ദൈവത്തിൻ്റെ ശത്രുത്വം. ഈ ഗോലിയാത്ത് ലൂസിഫർ എന്നൊക്കെ പറയുന്നത് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ലോകജ്ഞാനമാണ്. അതാണ് ഇനി വരാൻ പോകുന്നത്. അതിന് സംഭവിക്കും. പിശാച് എതിർ ക്രിസ്തു എന്ന ജഡത്തിൽ വന്ന് ഹർമ്മദോനിൽ വെച്ച് രണ്ടുപേരും കൂടെ ഫേസ് ടു ഫേസ്, ഒറിജിനൽ ക്രൈസ്റ്റും എതിർ ക്രിസ്തുവും തമ്മിൽ നേരിടുകയും ക്രിസ്തു തൻ്റെ വായിൻ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയുകയും ചെയ്യും. അത് വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ തൻ്റെ മരണത്താൽ നീക്കി വായിച്ചേ, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദാവീദ് ആ കല്ലുകൊണ്ട്, ആ കല്ലാരാ? ജീവനുള്ള കല്ലായ ക്രിസ്തു. അത് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് ക്രിസ്തു. ചോദിക്കപ്പെട്ടതും യെശയ്യാ 28-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പരീക്ഷിക്കപ്പെട്ടതുമായ കല്ല്, നീതി ന്യായമുള്ളതായ കല്ല്. 22-16 വായിച്ച്. ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലാണ്. എത്ര പ്രാവശ്യം? 2 മഹാപുരോഹിതന്മാർ, ഒരു പിലാത്തോസ് നീതിപാലകൻ, പിന്നെ എത്രയോ പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവുമില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ നീതിയില്ലാത്ത പഴയ നിയമത്തിൻ്റെ വ്യക്തമായ മഹാപുരോഹിതന്റെ വസ്ത്രം കീറി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഇനി ഈ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? എന്താ കാരണം? ഒറിജിനൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ല, തിരശ്ശീല മേളിൽ നിന്ന് കീറിക്കളഞ്ഞു. ഇനി പൗരോഹിത്യം ആവശ്യമില്ല. ക്രിസ്തു സകലത്തിന്മേലും അധികാരിയും മഹാപുരോഹിതനും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി മാറി. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് മറ്റൊരുത്തിലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷയില്ല, അതുകൊണ്ടാണ്. അല്ല, ഒരാൾ കാണിച്ചുക, ഞങ്ങൾ ആ രക്ഷകനെ സ്വീകരിക്കാം. യേശു ക്രിസ്തു നിർവഹിച്ചതായ തിരുവെഴുത്തിൻ പ്രകാരം വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് സകല മനുഷ്യൻ രക്ഷാകരമായി തീർന്ന സത്യത്തിന് പകരമായിട്ടൊരാളെ വയ്ക്കാൻ നിങ്ങളുടെ ഏതെങ്കിലും മതത്തിലുണ്ടോ? ഏതെങ്കിലും സംഘടനയിലുണ്ടോ? നല്ല മനുഷ്യർ ഒരുപാടുണ്ട്, ഗുരുക്കന്മാർ കാണും. സംവിധായകൻ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ പോലെ ഞാൻ കണ്ട ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠ ഗുരു യേശു ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത്. ഞാനൊരു ക്രിസ്തു മതത്തിൽ ജനിച്ചുകൊണ്ട് എനിക്ക് മതമില്ല, ഞാൻ മതം വിട്ടു. യേശു ക്രിസ്തു മാത്രം, അതാണ് എൻ്റെ ലക്ഷ്യം. അവനെ എങ്ങനെ വിൻ ചെയ്യാം? പൗലോസ് അവനിലിരിക്കണം, അവനെ അവൻ്റെ പുനരുത്ഥാനത്തിന് ശക്തിയും അനുഭവിച്ചു. അപ്പം വാളില്ലാഞ്ഞ ദാവീദ് ഗോലിയാത്തിന്റെ വാളുകൊണ്ട് അവനെ വകവരുത്തിയതുപോലെ മരണം മൂലം മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ജയിച്ചു. മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും പിടിവിച്ചു. നമുക്കറിയാം, പണ്ട് കണ്ടഹാർ, അഫ്ഗാനിസ്ഥാനിലെ സ്ഥലമാണ് കണ്ടഹാർ. ഗാന്ധാരി എന്ന് കേട്ടിട്ടില്ലേ? പഴയ നിയമത്തിലെ ഇവരുടെ കുരുക്ഷേത്രത്തിലുണ്ടായിരുന്ന കൗരവരും പാണ്ഡവരും. ആ ഗാന്ധഹാർ ഗന്ധർവന്മാരുടെ നാടെന്നുള്ള പാട്ടുകാരും മ്യൂസിക്കും ഡാൻസും പല നർത്തകിമാരുണ്ടായിരുന്നല്ലോ. മേനക, രംഭ, തിലോത്തമ, അങ്ങനെയുള്ളതായൊരു നാടായിരുന്നു. അവിടെയാണ് ഗാന്ധാരി എന്ന് പറയുന്നത് ഈ പുള്ളിയുടെ ഭാര്യയൊക്കെ ആയിരുന്നു. അങ്ങനെ പഴയ കാലത്തിൽ അറിയപ്പെട്ട സ്ഥലമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അവിടെയാണ് കണ്ടഹാർ വിമാനത്താവളം. ഒരു ഇന്ത്യയുടെ പ്ലെയിൻ ഹൈജാക്കിക്കൊണ്ട് പോയില്ലേ? പണ്ട് ഉഗാണ്ടയിൽ ഇസ്രായേലിൻ്റെ പ്ലെയിൻ ഹൈജാക്കിക്കൊണ്ട് പോയി ഇദി അമീൻ. അവരെന്ത് ചെയ്തു? അവൻ മിടുക്കന്മാരായിരുന്നു. അപ്പോൾ ആ മരണഭീതി എന്ന് പറഞ്ഞതാണ്. ഈ ഹൈജാക്ക് ചെയ്തവന്മാർ പ്ലെയിനിലുള്ളവരെ തോക്കിന്മനെ നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞനുസരിച്ച് തട്ടിക്കളയും, കൊന്നുകളയും. അങ്ങനെ ഭീതിയിലിരിക്കുമ്പോഴാണ് ഇസ്രായേൽ കമാൻഡോകൾ എന്ത് ചെയ്തു? അവർ പ്ലാൻ ചെയ്ത് ഇദി അമീൻ്റെ വലിയൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കി, അതേപോലൊരു കാറിൽ ഈ പറഞ്ഞ ഉഗാണ്ടയിലെ പ്ലെയിനിൽ ഇറങ്ങി വന്നു. അവർ വിചാരിച്ചത് ഇദി അമീനാന്ന്. സല്യൂട്ട് ചെയ്ത് മുന്നോട്ട് വിട്ടു. ഈ സമയം കൊണ്ട് പട്ടാളക്കാരെന്ത് ചെയ്തു? ഇസ്രായേൽ പട്ടാളക്കാരെല്ലാത്തിനും വെടിവെച്ച് തീർത്ത് ഈ ബന്ധികളെ മോചിപ്പിച്ചുകൊണ്ട് പോയി. ഇതുപോലെ പിശാചിൻ്റെ അടിമയിൽ ബന്ധികളായിരുന്നവർ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കി. ഇതൊരു വലിയ സത്യമാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം അതോടുകൂടി
ചാപ്റ്റർ മാറിപ്പോയി. വായിച്ചേ 14, 2:14-15 വായിച്ചേ. കൊലോസ്യർ 2:14-15. അതിക്രമങ്ങളാൽ ഒക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ. അതുവരെ എന്ത് ചെയ്തു? മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട്, അവനെ ദോഷം ചെയ്യിച്ചിട്ട്, ഈ പിശാച് നമ്മുടെ മനസാക്ഷി കുത്തും. നീ അത് ചെയ്തു, ഇത് ചെയ്തു, നീ പാപിയാണ്, നീ ജയിലിൽ പോവും. ഇങ്ങനെ ഭീതിപ്പെടുത്തി നമ്മളെ തകർക്കുക എന്നുള്ളതാണ് സാത്താൻ്റെ ലക്ഷ്യം. നോക്കുക, അങ്ങനെ ഭീതി ഉണ്ടാക്കുക. അവൻ നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കും. എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അറിയാതെ പാവങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് അത് വെച്ചുകൊണ്ട് നമ്മളെ മുതലെടുക്കാൻ തുടങ്ങും. പണ്ട് കേട്ടില്ലേ, 2 ഭൃത്യന്മാരൊരു ഭയങ്കര കർക്കശക്കാരനായ ഒരു മുതലാളിക്ക് 2 ഭൃത്യന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയ ഭൃത്യൻ സാധുവാണ്, മൂത്ത ഭൃത്യൻ കുറേ കഠിനമുള്ളവനാണ്. ഒരു ദിവസം ഈ ഇളയ ഭൃത്യൻ ഒരു കല്ലെടുത്ത് ഒരു താറാവിനെ ഓടിച്ചതാണ്. പക്ഷേ അതിന് തലയ്ക്ക് കൊണ്ട് ചത്തുപോയി. താറാവ് ചത്തു കഴിഞ്ഞപ്പോൾ ഇവന് പേടിയായി. യജമാനൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശിക്ഷിക്കും. ഉടനെ ഈ മൂത്ത ഭൃത്യം വിളിച്ചു, നീ ഭാരമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം, അതെങ്ങനെയോ ചത്തുപോയെന്ന് ഞാൻ പറഞ്ഞോളാം, അതുകൊണ്ട് നീ ഭാരപ്പെടണം. അയാൾക്ക് സന്തോഷമായി. പക്ഷേ പിറ്റേ ദിവസം ജോലിക്ക് വരുമ്പോൾ ഈ മൂത്ത ഭൃത്യൻ ഇളയ ഭൃത്യനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, എൻ്റെ ജോലിയൊക്കെ നീ ചെയ്യണം, അല്ല ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഭീതിപ്പെടുത്തി ഈ ഇളയ ഭൃത്യൻ ക്ഷീണിച്ച് വല്ലാത്ത പരുവമായി. യജമാനം വന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ ഇളയ ഭൃത്യൻ്റെ മുഖം വല്ല ദുഃഖത്തിലും ക്ഷീണത്തിനായിരിക്കുന്നു. കാര്യം ചോദിച്ചു. അപ്പോൾ ഇതാ സംഭവം, ഇങ്ങനെ എന്നെക്കൊണ്ട് കഠിന ജോലി ചെയ്യിക്കുക. അയാൾ കഠിനായിരുന്നെങ്കിലും നീ അതെന്നോട് പറഞ്ഞാൽ പോരെ, നീ ചെയ്ത തെറ്റ് എന്നോട് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ക്ഷമിച്ചു തന്നേനല്ലോ. ഇതാണ് പ്രിയരെ മാനസാന്തരം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഭീതി, സമ്മർദ്ദങ്ങൾ, പ്രഷർ ഉണ്ടാകുമ്പോൾ നമ്മെ വിടിവിപ്പാൻ കഴിയുന്നവന് ഉറച്ച നിലവിളിയോടും ഭയഭക്തിയോടും ചെന്ന് കർത്താവെ തെറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് യേശുവിനോട് ഏറ്റു പറയുമ്പോൾ അവൻ നിന്നോട് ക്ഷമിച്ചു തരും. ഇത് പിശാച് പറയുന്നത് എന്താ? അവൻ നിന്നെ ശിക്ഷിക്കും, ദൈവം നിന്നെ ശിക്ഷിക്കും, നിന്നെ നരകത്തിൽ വിടും. ഇതൊക്കെ സാത്താൻ്റെ ഒരു തന്ത്രങ്ങളാണ്. യേശു നരകത്തിൽ കൊണ്ടുപോകാനല്ല വന്നേ. യേശു നമ്മളെ സ്നേഹിച്ച് നിത്യരക്ഷയുടെ അവകാശം. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും യേശുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞോണം. 1978 ഞാൻ ഈ ഭാഗ്യം പ്രാപിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഭാരങ്ങൾ, വിഷമങ്ങൾ, പാപങ്ങൾ അവനോട് ഏറ്റുപറയുന്നുവെങ്കിൽ 1 യോഹന്നാൻ 1:9-10 അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നിങ്ങളെ രക്ഷിപ്പാൻ ശക്തനാണ്. അവൻ്റെ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ കഴുകി ശുദ്ധീകരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ആരുടെ ഭീഷണിക്ക് പോകേണ്ട, ആർക്കും കടപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തോട് ചെന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുക. ആരോടെങ്കിലും ചെയ്തെങ്കിൽ അവരോടും പറയുക. നിശ്ചയമായിട്ട് കരുണ ലഭിക്കും, ദൈവം നമ്മോട് മനസ്സലിയും. അങ്ങനെ കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി. എന്നാൽ ഒരു കാര്യം, ഈ ദാവീദ് ഈ ജയമെല്ലാം പ്രാപിച്ച് അവൻ്റെ വാളൂരി അവനെ തട്ടി. പക്ഷേ പിന്നീട് ഒരു പരീക്ഷയുടെ വന്നു. ഇത് ചെങ്കടൽ. ഇനി യോർദാൻ്റെ പരീക്ഷ ദാവീദിന് വന്നു. വായിച്ച് 2 ശമൂവേൽ 21 വരുമ്പോൾ വീണ്ടും ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധമുണ്ടായി. 2 ശമൂവേൽ 21:15 പിന്നെയും ഗത്തിൽ 20 വാക്യം. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘഗായകൻ ഉണ്ടായിരുന്നു. അവന്റെ ഓരോ കൈക്ക് 15 വാക്യം വരും. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ഒരു കാര്യം ഓർത്തോണം, ഒരിക്കൽ നാം രക്ഷിക്കപ്പെട്ടു കൂട്ടായ്മയിലും സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ അവസാനത്തിലൊരു പോരാട്ടമുണ്ട്. ഒടുക്കത്തെ ശത്രുവായി മരണം സന്ദർശിക്കുമ്പോൾ പതറിപ്പോവല്ലേ. അവിടെ ജയം പ്രാപിക്കണം. അതെങ്ങനെ ജയം പ്രാപിക്കാം? അവിടെയാണ് പലരും വർഷങ്ങൾ 40-30 വർഷമെല്ലാം വിശ്വാസം ചെയ്യുന്നതിന് ശേഷം അവസാന റൗണ്ടിൽ വരുമ്പോൾ തോറ്റുപോകും. അർജന്റീന തോറ്റുപോകരുത് അല്ലേ? അർജന്റീന അടിച്ചടിച്ച് കയറി അവസാനം വന്ന് ഫൈനലിൽ തോറ്റുപോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഫൈനലുണ്ട്. അത് മരണവുമായിട്ട് പോരാടേണ്ട സമയമാണ്. അപ്പം മരണം മുൻപിൽ വരുമ്പോൾ നമ്മൾ പതറിപ്പോകരുത്. അതാണ് ഈ അടുത്ത വാക്യം. അപ്പോൾ ദാവീദ് ഇപ്പോൾ 40 വർഷത്തെ ഭരണം കഴിഞ്ഞ ശേഷം, എനിക്ക് തോന്നുന്നൊരു 10-67 വയസ്സെങ്കിലും ആയി കാണും. 17ാമത്തെ വയസ്സിലാണ് അവൻ്റെ പ്രയാണം ആരംഭിച്ച് 30 വയസ്സിൽ രാജാവായി, 40 വയസ്സിൽ 40 വർഷം ഭരിച്ചു. അപ്പോൾ 70 വയസ്സ്. 70 വയസ്സ് ദാവീദിനുണ്ട്. ഇത് അവസാന പോരാട്ടം. വായിക്കാം. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തന്റെ ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ജീവിതത്തിൽ കൈവരിച്ച പലതുണ്ട്. വിശ്വാസം, പ്രത്യാശ,
സ്നേഹം, കൂട്ടായ്മ, ഉപദേശം, ഇതെല്ലാം കയ്യിലുണ്ട്. രോഗശാന്തി, ഉയർപ്പ് 7, ന്യായവിധി 21 എന്ന് വേണ്ട ഇതെല്ലാം നമ്മൾ പഠിച്ച് സംഘടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനത്തെ യുദ്ധത്തെ ജയിക്കാൻ കഴിയില്ല. ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി പെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ ചെന്നു. വായിക്കാം. ദാവീദ് തളർന്നു പോയി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു വിശ്വാസി മേലക്കാരനും അവസാന റൗണ്ടിൽ വരുമ്പോൾ ഒരു തളർച്ച ഉണ്ടാകും. വിശ്വാസം നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അതാർക്കും ഉണ്ടാകും. ആ തളരുന്ന സമയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരണദൂതനെ മുഖാമുഖമായി കാണുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണത പ്രാപിക്കാതെ മരിച്ചു പോയത്. നരകത്തിൽ പോകത്തില്ല, പക്ഷേ നഗരത്തിനെത്തത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്തിൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിടുവിച്ചത്. ഇവിടെയും ദാവീദ് തളർന്നുപോയി. ആ യുദ്ധത്തെ ജയിക്കാൻ ദാവീദിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് പലരും വിശ്വാസത്തിലൊക്കെ നിന്നിട്ട് അവസാനം വരുമ്പോൾ തോറ്റുപോകുന്നതിന് കാരണം. ദാവീദ് തളർന്ന പോലെ തളരും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ വീണ്ടും നിങ്ങളെ സഹായിക്കാൻ ഒരുത്തനുണ്ട്, അവനെ ആശ്രയിച്ചോണം. അവിടെ ആ പരാജയം കൊണ്ട് അവസാനിക്കരുത്. അതൊരു പരാജയമായിട്ട് തോന്നണ്ട. ആ പരാജയത്തിൻ്റെ ജയത്തിലേക്ക് അടുത്ത കാലം വെച്ചോണം. നിങ്ങളെ സഹായിപ്പാൻ ഒരുത്തനുണ്ടെന്ന് ഓർത്തോണം. ആരാ? ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത് നമുക്കൊന്നൊരു കാര്യസ്ഥൻ നമുക്കുണ്ട്. കാര്യസ്ഥൻ മാത്രമല്ല, ഒരാശ്വാസപ്രദനുമുണ്ട്. പാടത്തില്ലേ? ആശ്വാസപ്രദനാകും പരിശുദ്ധാത്മാവേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്. എന്നും നിങ്ങളോട് ഇരിക്കുന്നൊരു കാര്യസ്ഥൻ നിങ്ങളോടുണ്ട്. ആ കാര്യസ്ഥൻ നമ്മളോടില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഉയർപ്പ് കിട്ടുകയില്ല. ഒന്നാം പുനരുത്ഥാനത്തിലേക്ക് യോഗ്യരായി തീരുകയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തും 11-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് അത് ഉറപ്പുവരുത്തിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന കാലമാണിത്. അതില്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. നിങ്ങളുടെ 40 വർഷത്തെ പരിചയമോ സുവിശേഷ വേലക്കാരുടെ സീനിയോറിറ്റിയോ അല്ലെ അപ്പനെ വിട്ട് അമ്മയെ വിട്ടെന്നൊക്കെ പണ്ടത്തെ ഉപദേശമാണ്. ഇപ്പം നിങ്ങൾക്ക് മുമ്പ് പിള്ളേരെല്ലാം അപ്പനെ അമ്മയെ ഉപദേശിച്ച് പോവുകയാണ്. അത് നിങ്ങൾ സുവിശേഷ വേല നിമിത്തം ആയെങ്കിൽ ഞങ്ങൾ അല്ലാതെ തന്നെ വിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുതിയ തലമുറ പറയുന്നത്. എൻ്റെ ഭാഷ നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ അപ്പനെയും വിട്ട് അമ്മയും വിട്ട് വീടും വിട്ട് അമേരിക്കയിലെ പിള്ളേരൊക്കെ ഇറങ്ങുകയല്ലേ, ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ യോഗ്യത. അവസാന കാലത്തിൽ വേലക്കാരായും വിശ്വാസികളായും ജയിക്കണമെങ്കിൽ ഈ കാര്യസ്ഥൻ നമ്മളുണ്ടായിരിക്കണം. അവൻ കൂടെയില്ലെങ്കിൽ ഒരുത്തർക്കും ജയിക്കാൻ സാധ്യമല്ല. അതാണ് സൈന്യത്താലുമല്ല. ഇപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് തളർന്നുപോയി. തൻ്റെ ഭൃത്യന്മാർക്ക് ആർക്കും, ആ ഭൃത്യന്മാർ നമ്മുടെ കൂട്ടുവേലക്കാരായിട്ട് എടുക്കാം, നമ്മുടെ ഉള്ള കൃപാവരങ്ങൾ എടുക്കാം, ആത്മീയ അനുഭവം എടുക്കാം, സീനിയോറിറ്റി എടുക്കാം, എല്ലാം എടുക്കാം. പക്ഷേ ഇതുകൊണ്ടൊന്നും മരണത്തെ ജയിക്കാൻ കഴിയില്ല. കർത്താവായ യേശു പോലും മരണസമയത്തോട് അടുത്തപ്പോൾ താന് ക്ഷീണിതനായി. ഒരു ദൂതൻ വന്നവനെ ബലപ്പെടുത്തി. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഐക്യപ്പെട്ട് ജീവിക്കുന്നില്ലെങ്കിൽ, ആ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം തുടർന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മരണത്തെ ജയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പെന്തിക്കോസ് മിഷൻ്റെ പാരമ്പര്യമോ ചീഫ് പാസ്റ്റർമാരോ സെൻട്രൽ പാസ്റ്റർമാരോ ഒന്ന് മരണക്കിടക്കെ പ്രാർത്ഥിച്ചാലും ഒരു ഗുണം ഉണ്ടാകത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ മരണത്തെ നിങ്ങൾ ജയിക്കാൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്കെല്ലാവറ്റെയും ചെയ്യാൻ കഴിയും. നോക്കണം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവൻ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവരെക്കാൾ വലിയവൻ. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് നടത്തുന്നത്. വായിച്ചേ. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കെൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി. പുതിയ വാള്, പഴയ വാളെന്തേ? പഴയ വാള് ദാവീദ് അവൻ്റെ തല പോയിട്ട് അതുകൊണ്ട് കൂടാരത്തിൽ വെച്ചിട്ടുണ്ട്. പുതിയ വാളെന്താ? പഴയ വാളുകൊണ്ട് രക്ഷയില്ല. പാപം കൊണ്ട് നമ്മൾ ജീവിക്കാൻ സാധിക്കത്തില്ല. ഒരു പൂർണ്ണതയിലേക്ക് പോകുന്നൊരു വിശ്വാസി വേലക്കാരനെയോ ഇനി പാപത്തിൻ്റെ ഉമ്മാക്കി കാണിച്ചവരെ നേടാൻ സാധിക്കില്ല പിശാചിന്. അതുകൊണ്ടാണ് മരണഭയം. അവസാന കാലത്തിൽ ദൈവമക്കൾക്കുണ്ടാകുന്നൊരു ശക്തിയാണ് മരണം. മരിച്ചു പോവുമോ? മരണത്തെ ഭയപ്പെടുന്നു. ആ മരണഭയമാണ് നിങ്ങൾക്ക് കെണിയായിട്ട് വരുന്നത്. അതാണിപ്പോൾ പുതിയ വാള്. പണ്ട് സായിപ്പ് പറഞ്ഞ പോലെ സായിപ്പും മദാമയും കൂടെ ഇവിടെ എവിടെയോ എസ്റ്റേറ്റ് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ അവിടെ സായിപ്പിൻ്റെ നാട്ടിൽ കൊതുകില്ലല്ലോ. ഇവിടെ മുണ്ടക്കൈ ഭാഗത്തും കണ്ട് ഒരു സായിപ്പും മദാമയോട് ജീവിക്കുമ്പോൾ വൈകിട്ട് കൊതുക് വന്ന് കടിക്കാൻ തുടങ്ങി. അപ്പോൾ ചാക്കോച്ചേട്ടൻ നടത്തിപ്പുകാരൻ പറഞ്ഞു, അതേ ലൈറ്റൊക്കെ ഓഫ് ചെയ്തൊക്കെ പറഞ്ഞു, ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം മദാമ എന്ന് പറഞ്ഞ് മനസ്സിലായോ? മാഡം അമ്മ എന്നുള്ളതാണ് പിന്നെ ലോപിച്ച് മദാമയായത്. ഇതാ
സായിപ്പ് ഭാര്യയെ വിളിക്കുന്നതാണ് മാഡം. അങ്ങനെ ജോലിക്കാരും കാര്യസ്ഥന്മാരെല്ലാം മദാമ്മയും മാഡം അമ്മയും മാഡം അമ്മയും മാഡം അമ്മയും മദാമ്മയായി മാറി. അങ്ങനെയാണ് മദാമ്മ. അപ്പം മദാമ്മ എന്ത് ചെയ്തു? ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ വേറൊരു പാർട്ടി വരുന്നു. അപ്പം മദാമ്മ സാഹിബിനോട് പറയുക, കൊതുക് പോയിട്ട് അവൻ്റെ ടോർച്ചും കത്തിച്ച് വരിക എന്ന് പറഞ്ഞു. മിന്നാമിനുങ്ങേ ഇതൊന്നും അവിടെ നാട്ടിലില്ല. അപ്പോൾ കൊതുക് പോയി മിന്നാമിനുങ്ങ് വന്നപ്പോൾ ടോർച്ചും കത്തിച്ച് വരുന്ന പോലെ ഇതാ പുതിയ വാളുമായിട്ട്, എന്താ മരണത്തിൻ്റെ ശക്തി, മരണത്തിൻ്റെ വാളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാപത്തെ ജയിക്കണം, അവസാനത്തിൽ മരണം. ഇവിടെയാണ് പലരും കുഴഞ്ഞു പോകുന്നത്. അവരെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങളും ഞാനും കുഴഞ്ഞു പോകും. എത്രയോ വേലക്കാരങ്ങനെ കുഴഞ്ഞ് അവസാനിക്കുന്നു. എത്രയോ വിശ്വാസികൾ നല്ല പൊരുതി വന്നവർ അവസാന റൗണ്ടിൽ പരിശുദ്ധാത്മാവിനെ വിട്ടുകളഞ്ഞു. അതാണ് കുറ്റം. അതുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിൽ മരണം ലഭിക്കാതെ പോകുന്നത്. മരിക്കും, പാഷന്മാരെ അടക്കുകയും ചെയ്യും. ഈ പാഷമൊന്ന് വേലക്കാരെ അടക്കി സിയോനിലേക്ക് വിടുകയും ചെയ്യും, പക്ഷെ എത്തത്തില്ല. വായിച്ചേ, ദാവീദ് അളന്നുപോയി. അപ്പോൾ 300 ശേക്കെൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഫ മക്കൾ ഇഷ്ബി ബെനോ. രാഫ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗാസായിക്ക് ഈ ഈജിപ്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് രാഫ. അവിടെ എല്ലാം അധികായന്മാരായിരുന്നു, മല്ലന്മാരായിരുന്നു. അതിലൊരുത്തനായിരുന്നു ഗോലിയാത്ത്. അവനെ തട്ടി. രണ്ടാമത്തെ പേരാണ് വായിച്ചേ, രാഫ മക്കൾ ഇഷ്ബി ബെനോ എന്നൊരു. ഇഷ്ബി ബെനോ മരണത്തിന്റെ ആ ശക്തിയുള്ളതെന്ന് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന നരാധമൻ, അല്ലെങ്കിൽ കാലൻ എന്ന് കേട്ടിട്ടില്ലേ? ഇവന്റെ പേരാ കാലൻ. കാലൻ വരുന്നില്ലയോ? അങ്ങനെ മരണത്തിന്റെ ശക്തി എന്നുള്ളതാണ് അതിന്റെ പേര്. ഒന്നുകൂടെ വായിച്ചു. രാഫ മക്കൾ ഇഷ്ബി ബെനോ. ഇഷ്ബി കേട്ടോ, ഇഷ്ബി ബെനോ. ഓർത്തിരിക്കാനൊരു കാര്യമുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ കിസ്ബി ഇല്ലേ, കിസ്ബി, അത് പറഞ്ഞാലും മതി. രണ്ടും ഒന്നാ, രണ്ടും തട്ടിപ്പാണ്. അതുകൊണ്ട് കിസ്ബി അല്ലെങ്കിൽ ഇസ്ബി, പിന്നെ ബെനോബ്. ബെനോവ്. ഓർത്തിരിക്കാൻ കിസ്ബി ഓർത്താൽ മതി കേട്ടോ. കിസ്ബി ബെനോവ്, അവൻ്റെ പേര് മരണത്തിൻ്റെ ശക്തിയാണ്. അതാണ് പുതിയ വാള്. ആ വാളുമായിട്ട് വന്നപ്പോൾ ദാവീദ് തളർന്നുപോയി. പ്രായമായില്ലേ, പഴയ വിശ്വാസവും പ്രത്യാശയൊന്നും കയ്യിലില്ല. എങ്കിലും ഒരു വാക്യമുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നിങ്ങളുടെ നല്ല പ്രവൃത്തിയും ദൈവത്തോട് കാണിച്ച ബഹുമാനം, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതും ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും എല്ലാം ഓർത്തുകൊണ്ട് നിങ്ങളെ കൈവിടത്തില്ല. പരിശുദ്ധാത്മാവ് കൂടെ വേണം. പരിശുദ്ധാത്മാവിനെ വിട്ടുകളഞ്ഞാൽ ഒരൊറ്റ വ്യക്തിക്ക് നല്ല അവസാനം കിട്ടത്തില്ല. അങ്ങനെ വൈകാം ഇതായിട്ട് വരും. എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു. ആര് വന്നു? അബീശായി. ദാവീദിനെ ഇപ്പോൾ രക്ഷിച്ചതാരാ? അബിഷായി. അബിഷായി എന്ന് പറഞ്ഞാൽ ആരാ? ആശ്വാസപ്രദൻ എന്നതിൻ്റെ അർത്ഥം. കാര്യസ്ഥൻ, ദാവീദിന്റെ പ്രധാന കാര്യസ്ഥൻ. യോവാബ് പോലും കള്ളനായിരുന്നു. പക്ഷേ അവൻ്റെ സഹോദരനായ അബിഷായി ദാവീദിന് തുടക്കം മുതൽ അവസാനം വരെ ശത്രുപാളയത്തിൽ വെച്ച് ദാവീദിന് ക്ഷീണിച്ച് വെള്ളം കിട്ടാതെ ദാഹിച്ച് പറഞ്ഞപ്പോൾ ഈ അബിഷായി ശത്രുപാളയത്തിൽ നോക്കി നിൽക്കേ ആ കിണറ്റിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് ദാവീദിനെ കൊണ്ട് കൊടുത്തു. ദാവീദ് അത് കരഞ്ഞിട്ട് ആ വെള്ളം നിലത്തൊഴിച്ചു. ഇത് നിങ്ങളുടെ പ്രാണനാണ്, ഈ പ്രാണൻ ത്യജിച്ചുകൊണ്ടെടുത്ത് വെള്ളം ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. അതാണ് അബിഷായി. ആ അബിഷായി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ പ്രാണൻ വിലയേറിയതായി. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി ആശ്വാസപ്രദൻ കൂടെ ഇല്ലെങ്കിൽ തോറ്റുപോകും, മരണത്തെ ജയിക്കാൻ കഴിയാതെ വരും. അതാണ് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകണമെങ്കിൽ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിൽ. ആ ആത്മാവിൽ വേണം നമ്മൾ അവസാനത്തിൽ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 3 കാര്യം ഞാൻ ഓർപ്പിക്കാം. 1, എഫേസ്യ ലേഖനം 3:4-30 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കേണ്ടത്. വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാൾ കഴിഞ്ഞില്ല, നിങ്ങൾ അതിനുവേണ്ടി മുദ്രയിട്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് കയ്യിലുണ്ടോ നോക്കണം. പരിശുദ്ധാത്മാവ് പണ്ടേ പോലെ നമ്മൾ ഇടപെടുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? അവർ നമ്മൾ നഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും അനുദപിച്ച് പശ്ചാത്തപിച്ച് നിലവിളിച്ച് പരിശുദ്ധാത്മാവിനെ കൂടെ നിർത്തിക്കോണം. 2, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കരുത്. അപ്പോൾ പത്രോസ് അനന്യാസേ 5:5 എത്രയാണ്? 5:3. അപ്പോസ്തല പ്രവൃത്തി 5:3 രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കരുത്. വായിക്കാം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും
നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? വിശ്വസ്തരായിരിക്കണം. ദൈവവിഷയമായ കാര്യങ്ങൾ, ലോകവിഷയം എല്ലാ മനുഷ്യരോടും കൊടുക്ക വാങ്ങലിലും നമ്മൾ വിശ്വസ്തരായി ജീവിക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. അതാണ് പരിശുദ്ധാത്മാവിന് വ്യാജം കാണിപ്പാനും നിന്റെ മുതലെടുത്ത് വാഴ്ത്തി വയ്ക്കാനും നിനക്ക് മനസ്സങ്ങനെ വന്നു. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടല്ലേ. പരിശുദ്ധാത്മാവോട് സമ്മതിക്കുമോ? അപ്പോൾ വ്യാജം കാണിക്കരുത്. അതുകൊണ്ട് എന്ത് പറ്റി? നിൽക്കുന്ന ഇപ്പോൾ അവൻ ചത്തുപോയി, അവൻ്റെ ഭാര്യയും ചത്തു, രണ്ടും കൂടെ കൂട്ടുകമ്മീഷൻ നടത്തിയത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിന് വ്യാജം കാണിക്കരുത്. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത്. അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു. യിരെമ്യാവിൽ പറയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മത്സരിക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാരും അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ അവിടെ സെഫനാസ് പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മാവോട് മറുതലിച്ചു മത്സരിച്ചു. ആ വാക്യം കണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് വായിക്കാം. അങ്ങനെ 3 കാര്യങ്ങൾ ഓർത്തോണം. വിശ്വാസികളും വേലക്കാരും അവസാന കാലത്തിൽ നല്ലൊരു അന്ത്യം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിൽ വന്ന് നമ്മളെ നടത്തി ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിന് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനോട് മർത്തിക്കരുത്, മത്സരിക്കരുത്. കണ്ടോ? 51-ാം വാക്യം. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിന്നു. മനസ്സിലാവുന്ന വിശ്വാസികളും വേലക്കാരും പരിഹാസവും നിന്നേ കളഞ്ഞിട്ട് വീണ്ടും ഉത്തരവാദിത്തോടുകൂടി ദൈവസന്നിധിയിൽ കാത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് മറുതലിക്കാൻ പോകരുത്. ഒരു കാര്യം കേട്ടാൽ അതിനെ പരിഹസിക്കാൻ പോകരുത്. അവനവൻ്റെ രക്ഷയെ കരസ്ഥമാക്കി കുടുംബസഹിതം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെയും ദൈവമുള്ളവരാക്കി താഴ്മയുള്ളവരായി വിശുദ്ധിയിൽ നമുക്ക് കാത്തുകൊള്ളാം. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോവും. 104-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം വീണ്ടും വായിക്കാം. സമുദ്രമേ നീ ഓടുന്നതെന്ത്? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്? അപ്പൊ സമുദ്രം എന്ന് പറയുന്നത് പാപത്തെ ജയിച്ചു വരുന്നവര്. 2 യോർദാൻ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിച്ചു, പാപത്തിന്റെയും മരണത്തിന്റെയും അധികാരത്തിൽ തന്നെ വിടുവിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? വായിച്ചേ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? പാപത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമുക്ക് വിഷം മുട്ടുമേലിരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. അവരാൽ നമുക്ക് ജയമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. അതെ, തീരുമാനിക്കുക. ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കില്ല, പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കില്ല, പരിശുദ്ധാത്മാവോട് എതിർത്ത് നിൽക്കില്ല. പുതിയൊരു ജീവിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. സാത്താനേ, നിന്നെ ജയിച്ചവനായ യേശുവിനോട് കൂടെ ഞാനുണ്ട്. യേശുവിന്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. സൈന്യത്തിനധിപൻ യേശുരാജൻ രാജാവായി എഴുന്നള്ളുന്നു. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ, ജയം ജയം നമുക്ക് സ്വന്തം. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ വാങ്ങുന്നതെന്ത്? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ വാങ്ങുന്നതെന്ത്? സർവശക്തന്റെ ആജ്ഞാശബ്ദം നിന്മീതെ മുഴങ്ങിയോ? സർവശക്തന്റെ ആജ്ഞാശബ്ദം നിന്മീതെ മുഴങ്ങിയോ? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ വാങ്ങുന്നതെന്ത്? സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ വാങ്ങുന്നതെന്ത്? സർവശക്തന്റെ ആജ്ഞാശബ്ദം നിന്മീതെ മുഴങ്ങിയോ? സർവശക്തന്റെ
ആജ്ഞാശക്തി നിന്നെ മുഴങ്ങിയോ. ജയം ജയം അവൻ നാമത്തിൽ ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ ജയം ജയം നമുക്ക് സ്വന്തം. ജയം ജയം അവൻ നാമത്തിൽ ജയം ജയം നമുക്ക് സ്വന്തം. Oh, let us hear. Follow the name of Jesus. Hallelujah.